ഇനി ലൈവ് ക്ലാസ്സുകളിലൂടെ നിങ്ങളുടെ വീടുകളിലെത്തുന്നു ഓരോ വിരൽത്തുമ്പിലൂടെ ലോക നിലവാരമുള്ള മികവിന്റെ വിദ്യാലയം. നൽകാം നമ്മുടെ കുട്ടികൾക്ക്. ഈ മാരത്തൺ റിവിഷൻ്റെ 12ാമത്തെ ദിവസത്തിലാണ്. ഇന്ന് നമ്മൾ നോക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സ് നമ്മൾ ഇതുവരെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തു? നമ്മൾ ഫിസിക്കൽ വേൾഡ് കവർ ചെയ്തു, പിന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, ഡൈമെൻഷൻസ് കവർ ചെയ്തു, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ കവർ ചെയ്തു, മോഷൻ ഇൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി, പവർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ 12ാമത്തെ ദിവസം നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ദാറ്റ് ഇസ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. ഓക്കെ, അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ചാനൽ ഹോം സ്കൂളിൻ്റെ റിവിഷൻ ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഈ ഫ്രീ ക്ലാസ്സസിൻ്റെ ബെനിഫിറ്റ് കിട്ടട്ടെ. നമ്മളിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാംസിന് വേണ്ട വളരെ ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷനാണ് നമ്മളിന്ന് കാണുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കൊരു 1.5 hours സെഷനാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചൊരു ഏരിയയാണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഫസ്റ്റ് വൺ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, പിന്നെ പാരലൽ ആക്സസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സസ് തിയറം. ഈ ഭാഗത്തു നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, സോ ഒരു 5 mark ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. മിനിമം 5 marks, ഒരു 5 to 6 marks ആണ് എപ്പോഴും വേരി ചെയ്യുന്നത്. ഈ ചാപ്റ്റർ വളരെ വലിയൊരു ചാപ്റ്ററാണ്. ദിസ് ചാപ്റ്റർ വാസ് എ വെരി വെരി ലെങ്തി ചാപ്റ്റർ. വളരെ വലിയ ചാപ്റ്ററാണ്. പക്ഷേ എങ്കിൽ കൂടിയും ചില ഏരിയാസ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 5 marks ഒക്കെ ഈസി ആയിട്ട് ഉറപ്പിക്കാം. ഓക്കെ, സോ ഈ റിവിഷൻ ക്ലാസ്സിൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഒബ്സർവ് ചെയ്തപ്പോഴേക്കും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന ഏരിയ അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക. അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കപ്പോൾ എല്ലാം ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നാണ് നമുക്കെല്ലാം അറിയാം അല്ലേ? നമ്മൾ ഒരു കൊല്ലം നമ്മൾ ഇത് മൊത്തം പഠിച്ചതാണ്. നമ്മൾ സെൻറ്റർ ഓഫ് മാസ് പഠിച്ചു അല്ലേ, ആംഗുലർ മൊമെൻറ്റം പഠിച്ചു, പാരലൽ ആക്സസ് തിയറം പഠിച്ചു, മൊമെൻ്റ് ഓഫ് ഇനേഷ്യ പഠിച്ചു, പെർപെൻഡിക്കുലർ ആക്സസ് തിയറം പഠിച്ചു അല്ലേ, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം പഠിച്ചു. ഈ കോൺസെപ്റ്റ്സ് എല്ലാം പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് റിവിഷനിൽ നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻസ്, ഓക്കെ, ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ 1.5 hours ഡിസ്കസ് ചെയ്യണം. ക്ലിയർ? ഓക്കെ, സോ നമ്മളിപ്പോൾ ചാപ്റ്റർ ബിഗിൻ ചെയ്യാം. ഫസ്റ്റ് വൺ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് കോൺസെപ്റ്റ് ഇസ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്താണ്? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Moment of inertia of a particle about an axis of rotation is the product of the particle, is the product of the mass of the particle and square of the distance of the particle from the axis of rotation. എന്താണ് ഇതെന്ന് മനസ്സിലാവുന്നത്? വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. സപ്പോസ് ദിസ് ഇസ് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇതാണ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് വിചാരിക്കാം. നമുക്കൊരു പാർട്ടിക്കിൾ ഉണ്ട്. ഈ പാർട്ടിക്കിൾ ഈ ആക്സിസിന് അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ പാർട്ടിക്കിൾ ഈ ആക്സിസിന് അബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. പാർട്ടിക്കിളുടെ മാസ് നമുക്ക് എന്താക്കാം? പാർട്ടിക്കിളുടെ മാസ് നമുക്ക് m ആയിട്ട് എടുക്കാം. ഓക്കെ, ആൻഡ് ഡിസ്റ്റൻസ് നമുക്ക് എന്താക്കി എടുക്കാം? ഈ പാർട്ടിക്കിൾ ആക്സിസ് നിന്ന് എത്ര ദൂരമാണ്? ഇറ്റ് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് r. r എന്ന് പറഞ്ഞ ദൂരത്തിലാണ്. അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഇസ് ഗിവൺ ആസ് പ്രോഡക്റ്റ് ഓഫ് മാസ്, ഈ പാർട്ടിക്കിളുടെ മാസ് ഇൻറ്റു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്, into the square of the distance between the particle and the axis of rotation. Axis of rotationും പാർട്ടിക്കിളും തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എടുക്കുക, അത് നമ്മൾ മാസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിൽ ഗെറ്റ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുടെ യൂണിറ്റ് അപ്പോൾ എന്തായിരിക്കും? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ അല്ലേ, SI യൂണിറ്റ് മീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ. സോ SI യൂണിറ്റ് ഓഫ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഇസ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ. സോ വെരി ഇമ്പോർട്ടൻറ്റ്. ഡെഫിനിഷൻ ചോദിക്കാം. ഡെഫിനിഷനേക്കാളും കൂടുതൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യനെ വെച്ചിട്ട് ബാക്കിയുള്ള കോൺസെപ്റ്റ്സ് ആണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. പാരലൽ ആക്സസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സസ് തിയറം ഒക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ്. സോ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഒന്നുകൂടെ നോക്കാം. ഓഫ് എ പാർട്ടിക്കിൾ is the product, moment of inertia of the particle about the axis of rotation, about an axis of rotation. ഈ പാർട്ടിക്കിൾ എല്ലാം നമ്മൾ റൊട്ടേഷണൽ മോഷനാണ് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ പാർട്ടിക്കിൾസ് എല്ലാം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് പാർട്ടിക്കിൾസ് ആർ റൊട്ടേറ്റിംഗ് അബൌട്ട് ആൻ ആക്സിസ്. ഓക്കെ, ഇനി എന്താണ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ? ഇറ്റ് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് മാസ്, മാസിൻ്റെ പ്രോഡക്റ്റ് ആരായിട്ട്? സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഈ പാർട്ടിക്കിളും ആക്സിസ് ഓഫ് റൊട്ടേഷൻ തമ്മിലുള്ള ദൂരം ഇസ് അതെത്ര? r എന്ന് നമുക്ക് പറയാം.
ഓക്കെ, അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ആർ സ്ക്വയർ. ഹായ് ഗോകുൽ, ഹൗ ആർ യു? എങ്ങനെ പോകുന്നു നമ്മുടെ ഇംപ്രൂവ്മെൻറ്റ് സീരീസ്? ഗോകുൽ എന്നും അറ്റൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, so moment of inertia is equal to I equal to m into r square. So I is equal to kilogram meter square. SI യൂണിറ്റ് വരുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്. അടുത്ത ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. റേഡിയസ് ഓഫ് ഗൈറേഷൻ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞാൻ എന്താ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സപ്പോസ് നമുക്കൊരു മാസ് ഉണ്ട്, ഓക്കെ, ഒരു ലാമിന ഉണ്ട്, ഓക്കെ, ഒരു ഇറഗുലർ ബോഡി അല്ലെങ്കിൽ ലാമിന എന്നൊക്കെ പറയാം. അതിന് പല പല പാർട്ടിക്കിൾസ് ഉണ്ട്, ഓരോ സ്ഥലത്ത് ഓരോ പാർട്ടിക്കിൾസ് ഉണ്ട്. സപ്പോസ് ഇതൊരു M1 പാർട്ടിക്കിളാണ്, ഇതൊരു M2 പാർട്ടിക്കിളാണ്, ഇത് M3 പാർട്ടിക്കിൾ, അങ്ങനെ 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 ഒരു N പാർട്ടിക്കിൾസ് ഉണ്ട്, അങ്ങനെ Mn പാർട്ടിക്കിൾസ്. ഓക്കെ, മാസ് ഓഫ് ഈച്ച് പാർട്ടിക്കിൾ നമുക്ക് എന്താക്കി എടുക്കാം? M1, M2, M3, M4, അങ്ങനെ Mn പാർട്ടിക്കിൾസ്. ഓരോ പാർട്ടിക്കിൾസിൻ്റെ ദൂരം നമുക്ക് R1, R2, R3 അങ്ങനെ നമുക്ക് എടുക്കാം, Rn. ഓക്കെ, അങ്ങനെ നമുക്ക് എടുക്കാം. ഇനി ഈ മാസിൻ്റെ, ഇവിടെ ഇപ്പോൾ കണ്ട ഈ മാസിൻ്റെ ടോട്ടൽ മാസ് നമുക്ക് എന്താക്കി എടുക്കാം? ഈ ലാമിനയുടെ ടോട്ടൽ മാസ് നമുക്ക് ക്യാപിറ്റൽ M ആക്കി എടുക്കാം. ഓക്കെ, ഈ ലാമിനയുടെ ടോട്ടൽ മാസ് ക്യാപിറ്റൽ M ആക്കി എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു, ഈ ലാമിന ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് എന്തുണ്ടാവും? ഒരു മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഉണ്ട്. ഓക്കെ, ഇതേ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഉള്ള വേറൊരു പാർട്ടിക്കിൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ആ പാർട്ടിക്കിൾ ഒരു പോയിൻ്റ് മാസാണ്. ഓക്കെ, ആ പാർട്ടിക്കിൾ ഒരു പോയിൻ്റ് മാസാണ്. ആൻഡ് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ദ ആക്സിസ്. ഈ ആക്സിസിന് അബൌട്ടായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ തന്നെയാണ് ഈ മാസിനും ഉള്ളത്. ഓക്കെ, ഇവിടെ എന്താ, ഇതൊരു വലിയ മാസാണ്, അതിന് പല പല പാർട്ടിക്കിൾസ് ഉണ്ട്. പക്ഷേ സെക്കൻഡ് ഫിഗറിനകത്ത് നമ്മൾ അസ്യൂം ചെയ്യണം എന്താ, ഈ മാസൊക്കെ തന്നെ ഒരു പോയിന്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. എന്നിട്ട് ഇതേ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ തന്നെ ഉള്ള മറ്റൊരു പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിളുടെ ദൂരം, ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്നുള്ള ദൂരത്തിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ഇതിനകത്ത് നമ്മൾ എന്ത് കണ്ടു? I is equal to mr square എന്ന് കണ്ടല്ലേ? ദാറ്റ് ഇസ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ is equal to the product of mass and the square of the distance. ഓക്കെ, സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇതുപോലെ തന്നെ ഈ മാസിന് പകരം, ഈ വലിയ മാസിന് പകരം നമ്മളൊരു ചെറിയ മാസായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ മാസിൻ്റെ ദൂരം, ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്നുള്ള ദൂരമാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. സോ റേഡിയസ് ഓഫ് ഗൈറേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഇസ് ഈക്വൽ ടു I ഇൻറ്റു mk സ്ക്വയർ. ഓക്കെ, സോ റേഡിയസ് ഓഫ് ഗൈറേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? നമ്മൾ ഈ എല്ലാ മാസിനെയും, ഈ ടോട്ടൽ മാസിനെ ഒറ്റ ഒരു സിംഗിൾ പോയിന്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ ടോട്ടൽ മാസ് അല്ലെങ്കിൽ ഈ വലിയ മാസിന് എത്ര മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഉണ്ടായോ അത്രയും തന്നെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് മാസാണ് പോയിന്റ് മാസ്. ഓക്കെ, അതിൻ്റെ ദൂരമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡെഫിനിഷൻ നോക്കിയേ, ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ടു എ മാസ് പോയിന്റ് ഹൂസ് മാസ് ഇസ് ഈക്വൽ ടു ദ മാസ് ഓഫ് ദ ലാമിന ഓർ മാസ് ഓഫ് ദ ഹോൾ ബോഡി. അപ്പോൾ ഇതേ ഹോൾ ബോഡിയുടെ മാസ് തന്നെയാണ് ഈ പോയിന്റ് മാസിൽ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് ഹൂസ് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ is same as that of the moment of inertia of the body. ഓക്കെ, ഈ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ തന്നെയാണ് ഈ മാസിനും ഇത്രയും ദൂരത്തു നിന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. ഓക്കെ, സോ I is equal to mk സ്ക്വയർ. യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ഇസ് ഈക്വൽ ടു കിലോഗ്രാം മീറ്റർ സ്ക്വയർ. മൊമെൻ്റ് ഓഫ് ഇനേഷ്യയുടെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, റേഡിയസ് ഓഫ് ഗൈറേഷൻ പല ബോഡിക്ക് പലതാണ്. ഒരു ഡിസ്കിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ അല്ല സ്പിയറിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ, സ്പിയറിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ അല്ല സിലിണ്ടറിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ. സോ നമുക്കറിയാം I is equal to mk സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണ്? വാട്ട് ഈസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? k is equal to root of I by m. k is equal to root of I by m. യൂണിറ്റ് ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ മീറ്റർ തന്നെയാണ് അല്ലേ? അടുത്ത ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റിലോട്ട് പോവാം. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്താണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? I is equal to, ഓർത്ത് വെക്കേണ്ട ഫോർമുല, I is equal to mr സ്ക്വയർ. അതുപോലെ തന്നെ റേഡിയസ് ഓഫ് ഗൈറേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ I is equal to m ഇൻറ്റു k സ്ക്വയർ, വെയർ k is the radius of gyration. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് പാരലൽ ആക്സിസ് തിയറം ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം സ്ഥിരമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു പാർട്ടാണ് പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും. ഓക്കെ, സോ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് പാരലൽ ആക്സിസ് തിയറം ആണ്. ഓക്കെ, നിങ്ങൾ ഈ ഫിഗർ നോക്കുകയാണെങ്കിൽ
നമുക്ക് ഒരു ആക്സിസ് കാണാം. ഈ ആക്സിസ് ഏതിലാണ് കൂടെ പാസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, ഒരു ലാമിന നമുക്ക് കാണാം, ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ലാമിന കാണാം. ആ ലാമിനയുടെ സെൻറ്റർ ഓഫ് മാസ് ആണ് ഇതെന്ന് വിചാരിക്കാം. ഓക്കെ, ആ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് ആണ് ഇവിടെ നമുക്ക് വരച്ചിരിക്കുന്നത്. സോ എ ബി ഇസ് ദ ആക്സിസ് ദാറ്റ് ഇസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് എ ബി. ഓക്കെ, അവിടെയുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, സപ്പോസ് ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദിസ് axis passing through the center of mass is I0. Okay, so I0 എന്താണ്? Moment of inertia of this body about the axis passing through the center of mass. ഈ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിൻ്റെ ആക്സിസ്, ഓക്കെ, ആ ആക്സിസിന് അബൌട്ടായിട്ട് ഈ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് I0 എന്ന് പറയുന്നത്. നമുക്കിനി എന്ത് വേണം? നമുക്ക് ഈ ആക്സിസിന് അബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വേണം. ഈ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദിസ് ആക്സിസ്. ഓക്കെ, ആൻഡ് ഈ രണ്ടാമത്തെ ആക്സിസിൻ്റെ പ്രത്യേകത എന്താ? ഈ സി ഡി എന്ന് പറയുന്ന ആക്സിസിൻ്റെ പ്രത്യേകത എന്താ? ഈ സി ഡി എന്ന് പറയുന്ന ആക്സിസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് പാരലൽ ടു ദ സെൻട്രോയിഡൽ ആക്സിസ്. ഓക്കെ, സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനോട് പാരലലാണ് ഏതാ? ഈ സി ഡി എന്ന് പറയുന്ന ആക്സിസ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ തിയറത്തിനെ എന്ത് നെയിം ചെയ്തേക്കണേ? പാരലൽ ആക്സിസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് ഉണ്ട്. ആ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന് അബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അറിയാം. ഓക്കെ, എന്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ? ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. സോ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ്, അത് I0 ആണ്. അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ആൻ ആക്സിസ്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് ദി പാരലൽ ആക്സിസ്, സി ഡി എന്ന് പറയുന്ന പാരലൽ ആക്സിസിന് അബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്താ? I=I0 പ്ലസ് M. M is the mass of this lamina. ഈ ലാമിന അല്ലെങ്കിൽ ബോഡിയുടെ മാസാണ് M എന്ന് പറയുന്നത്. ആൻഡ് ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ദൂരം A ആണെങ്കിൽ, ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ദൂരം A ആണെങ്കിൽ യു ഹാവ് ടു മൾട്ടിപ്ലൈ ദിസ് മാസ്. ഈ മാസിനെ നമ്മൾ A² ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഡിസ്റ്റൻസ് സ്ക്വയർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്താണ് ഇവിടെ A എന്ന് പറയുന്നത്? A എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ആക്സിസ്. ഈ രണ്ട് പാരലൽ ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് A എന്ന് പറയുന്നത്. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ബോഡി അബൌട്ട് ദ ആക്സിസ് സി ഡി ഇസ് ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് ദ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ്. അതെത്രയാണ്? I0 പ്ലസ് M ഇൻറ്റു A². M ഇസ് ദ മാസ് ഓഫ് ദ ലാമിന. ഈ ലാമിനയുടെ മാസാണ് M എന്ന് പറയുന്നത്. ആൻഡ് A² ഇസ് ദ ഡിസ്റ്റൻസ് സ്ക്വയർ. എന്ത് ഡിസ്റ്റൻസ് ആണ് ഇവിടെ ഉള്ളത്? ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ രണ്ട് ആക്സിസിനിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു പാരലൽ ആക്സിസസ് A. സോ അതിൻ്റെ സ്ക്വയർ എടുക്കുക, A². ഓക്കെ, പാരലൽ ആക്സിസ് തിയറം ക്ലിയർ ആണല്ലോ? എനി ഡൗട്ട്? ശരത് ഹായ്, സുജിത്ത് എങ്ങനെയുണ്ട് ഇംപ്രൂവ്മെൻറ്റ് സീരീസ്? എല്ലാം ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ക്ലാസ്സസ് എല്ലാം? ഓക്കെ, ഓക്കെ. സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് an axis passing through or parallel to the centroidal axis or center of mass കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് is equal to I0 plus M into A². ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോവാം. മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് ആൻ ആക്സിസ്, about any axis is equal to the sum of the moment of inertia, is equal to the sum of the moment of inertia of the body about the parallel axis passing through the center of mass. Center of mass കൂടെ പോകുന്ന പാരലൽ ആക്സിസ്, ഓക്കെ, സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പോകുന്ന ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ എടുത്തു. ആൻഡ് ദ പ്രോഡക്റ്റ് ഓഫ് ദി മാസ്, product of the mass of the body and the square of the distance between the two parallel axes. So I is equal to I0 plus M into A². ഇതൊരു 2 മാർക്സ് അല്ലെങ്കിൽ 3 മാർക്സിന് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇതുപോലെ വൃത്തിയായിട്ട് എഴുതുക, അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എഴുതുക. I ഈക്വൽ ടു I0 പ്ലസ് M ഇൻറ്റു A², അല്ലേ? I ഈക്വൽ ടു I0 പ്ലസ് M ഇൻറ്റു A². അതാണ് അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. അതുപോലെ തന്നെ ഈ ഫിഗറും വരയ്ക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിഗർ വെച്ചിട്ടാണ് നമുക്ക് ഇത് എഴുതാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് കിട്ടും? നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 3 മാർക്സ് ഷുവർ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ഏരിയയാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. ഹായ് ശരത്, ഹായ് വിഷ്ണു, എങ്ങനെയുണ്ട്? പ്രിപ്പറേഷൻസ് എല്ലാം എങ്ങനെ പോകുന്നുണ്ട്? നന്നായി പോകുന്നുണ്ടല്ലേ? ഓക്കെ. സോ I and I0 are the moment of inertia of the body about the parallel axis
ആൻഡ് ദി ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ്. ഇതാണ് പാരലൽ ആക്സിസ് ആയിട്ട് ഉള്ളത്. ഓക്കെ, ഇത് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ, പാരലൽ ആക്സിസ് തിയറം. ഓക്കെ, അപ്പോൾ അടുത്ത് തന്നെ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാർച്ച് 2018, സ്റ്റേറ്റ് ദ തിയറം ഓഫ് പാരലൽ ആക്സിസ് ഓഫ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ തിയറം സ്റ്റേറ്റ് ചെയ്യാനായിട്ടായിരുന്നു, സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് മാത്രം 1 മാർക്കാണ് ചോദിച്ചേക്കുന്നത്. സോ എന്താണ് നിങ്ങളുടെ രീതിയിൽ നമുക്ക് പറയാമല്ലേ, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് എനി ആക്സിസ് ദാറ്റ് ഇസ് പാരലൽ അല്ലേ, അബൌട്ട് എനി ആക്സിസ് ഇസ് ഈക്വൽ ടു ദ സം ഓഫ് ദി മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി about the parallel axis passing through the center of mass and the product of the mass and the square of the distance between the two axes. എന്നിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റും ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷനും കൂടെ ചെയ്താൽ I equal to I0 plus m into a square. ഓക്കെ, സോ അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഷുവർ ഷോർട്ടായിട്ട് 1 മാർക്ക് കിട്ടുന്നതാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. I equal to I0 plus m into a square. ഇത് മാത്രം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. സ്റ്റേറ്റ് ദ തിയറം എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ കറക്റ്റായിട്ട് എഴുതണം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറമാണ് പെർപെൻഡിക്കുലർ ആക്സസ് തിയറം. ഓക്കെ, പേര് പോലെ തന്നെ പെർപെൻഡിക്കുലർ ആക്സസസ് ആണ് ഇവിടെ ഉള്ളത്. സപ്പോസ് നമുക്ക് 2 ആക്സസസ് ഉണ്ട്, നമുക്ക് 2 ലാമിനാസ് ഉണ്ട് അല്ലേ, നമുക്ക് 2 ലാമിനാസ് അല്ല, ഒരു ലാമിന ഉണ്ട്, 2 ആക്സസ് ഉണ്ട്. ഓക്കെ, സോ ഈ ലാമിനയിൽ ഇതൊരു പ്ലെയിൻ ലാമിനയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു പ്ലെയിനിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു ബോഡി അങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് 2 ആക്സസ് ഉണ്ട്. വൺ ഇസ് ദി എക്സ് ആക്സസ്, ദി അതർ വൺ ഇസ് ദ വൈ ആക്സസ്. എക്സ് ആക്സസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് IX എന്ന് പറഞ്ഞ് വിളിക്കാം. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി അലോങ് ദി എക്സ് ആക്സസ് ഇസ് IX. മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി അലോങ് ദി വൈ ആക്സസ് ഇസ് IY. ഓക്കെ, ആൻഡ് ഈ 2 ആക്സസിനും ദേ ആർ പാസിംഗ് ത്രൂ എ കോമൺ പോയിന്റ്. ഈ കോമൺ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന 2 ആക്സസ് ആണ്. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ ഇസഡ് ആക്സിസ്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ ഇസഡ് ആക്സിസ്, ഈ ഇസഡ് ആക്സിസിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് ദ എക്സ് ആൻഡ് വൈ ആക്സിസ്. എക്സിനും വൈയിനും പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ആക്സിസ് ആണ് ഇസഡ് ആക്സിസ്. ഓക്കെ, ആൻഡ് ദേ ആർ ഓൾ പാസിംഗ് ത്രൂ എ കോമൺ പോയിന്റ്. ഓക്കെ, ഇവരെല്ലാവരും ഒരു കോമൺ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആൻഡ് എക്സിനും വൈയിനും നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ഒരു ആക്സസ് ആണ് ഇസഡ് ആക്സസ്. അപ്പോൾ ആ ഇസഡ് ആക്സസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? എക്സ് ആക്സസിനും വൈ ആക്സസിനും അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ സം ചെയ്താൽ മതി. സോ IZ ഇസ് ഈക്വൽ ടു IX പ്ലസ് IY. ഈ നമുക്ക് ഈ ബോഡിയുടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അറിയാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എക്സ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും വൈ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയും അറിയാമെന്ന് വിചാരിക്കുക. അവരുടെ വാല്യൂസ് IX ആൻഡ് IY ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഈ 2 ആക്സസിനും പെർപെൻഡിക്കുലർ ആയിട്ട് പാസ് ചെയ്യുന്ന ഒരു ആക്സസ് ആണ് ഇത് ഇസഡ് ആക്സസ് എന്ന് പറയുന്നത്. ഈ ഇസഡ് ആക്സസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് IZ ഇസ് ഈക്വൽ ടു IX പ്ലസ് IY. IZ ഇസ് ഈക്വൽ ടു IX പ്ലസ് IY അല്ലേ? എളുപ്പമല്ലേ അല്ലേ? യാ, അപ്പോൾ ഇത് നമ്മൾ ഫിഗർ വരയ്ക്കണം. ക്വസ്റ്റ്യൻ ചോദിച്ചതിന് എപ്പോഴും നമ്മൾ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫിഗർ നമ്മൾ സൈഡിൽ വരച്ച് വെച്ചേക്കണം. സോ പെർപെൻഡിക്കുലർ ആക്സസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന about an axis, okay, perpendicular to the plane is equal to the sum of the moment of inertia about 2 mutually perpendicular axes concurrent with the perpendicular axis and lying in the plane of the lamina. Okay, so ഈ 2 ആക്സസ് ഉണ്ട്. ഈ 2 ആക്സസ് ആണ് നമ്മുടെ ഏതാ ഈ ലാമിനയിൽ ലൈ ചെയ്യുന്ന ആക്സസ്. എക്സും വൈ ആക്സസും ആണ് നമ്മൾ ലാമിനയിൽ ലൈ ചെയ്യുന്ന ആക്സസ്. ഇസഡ് ആക്സസ് എന്ന് പറയുന്ന ആക്സസ് നിങ്ങൾ ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു എക്സ് ആൻഡ് വൈ ആക്സസ്. എക്സിനും വൈനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സസ് ആണ്. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ലാമിന അബൌട്ട് ദ പെർപെൻഡിക്കുലർ ആക്സസ് ദാറ്റ് ഇസ് ഇസഡ് ആക്സസ് IZ ഇസ് ഈക്വൽ ടു IX പ്ലസ് IY. ഓക്കെ, സോ ഈ 2 തിയറം പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് നിങ്ങൾക്ക് ഷുവർ ഷോർട്ടായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പാരലൽ ആക്സസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സസ് തിയറവും. ഓക്കെ, അപ്പോൾ ഈ 2 തിയറം വെച്ചിട്ട് പാരലൽ ആക്സസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സസ് തിയറവും വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കുറേ ഫിഗേഴ്സിൻ്റെ. റിങ്, ഡിസ്ക്, സിലിണ്ടർ അല്ലേ, റോഡ്, പിന്നെ സ്പിയർ, ഇവരുടെ എല്ലാത്തിൻ്റെയും മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് സെൻട്രോയിഡൽ ആക്സസ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ പഠിച്ചിരിക്കണം. അത് മസ്റ്റാണ്. ഓക്കെ, സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആക്സസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. സോ നമുക്ക് ആദ്യം തന്നെ ഏതിലോട്ട് പോവാം? റിങ്ങിലോട്ട് പോവാം. ഓക്കെ, റിങ്ങിലോട്ട് പോവാം. അബൌട്ട് ആൻ ആക്സസ്
പാസിങ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. സോ ഒരു റിങ് ഇങ്ങനെ ഇരിക്കും അല്ലേ, റിങ് ഇങ്ങനെ ഇരിക്കും, അതിൻ്റെ ഉള്ളിലൊന്നുമില്ല, ഉള്ളിലെല്ലാം വേറെ എം ടി സ്പേസസ് ആണ്. ആൻഡ് ദിസ് ഇസ് ദ റിങ്, ഇതാണ് റിങ്. ഇനി ഈ ആക്സസിൻ്റെ പ്രത്യേകത എന്താ? അബൌട്ട് ആൻ ആക്സിസ് പാസിങ് ത്രൂ ദ സെൻറ്റർ. സോ റിങ്ങിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, റിങ്ങിൻ്റെ മെറ്റീരിയലിൻ്റെ സെൻറ്റർ അല്ല, അതിൻ്റെ എക്സാക്ട് സെൻറ്ററിൽ ഒന്നുമില്ല അല്ലേ, റിങ്ങിൻ്റെ മെറ്റീരിയലൊന്നുമില്ല. സോ ഈ ആക്സസ് എവിടെയാണ് പാസ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് പാസിങ് ത്രൂ ദ സെൻറ്റർ ആൻഡ് ഇതാണ് റിങ്ങിൻ്റെ പ്ലെയിൻ. ഈ റിങ്ങിൻ്റെ പ്ലെയിൻ ഇതാണ്. അപ്പോൾ ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മുടെ ഈ ആക്സസ് പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ആക്സസ് പാസിങ് പെർപെൻഡിക്കുലർ ആൻഡ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ റിങ്. ഓക്കെ, സെൻറ്റർ ഓഫ് ദ റിങ്, റിങ്ങിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. അപ്പോൾ നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെ? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഈക്വൽ ടു mr². ഈ ഒരു വാല്യൂ ഓർത്ത് വയ്ക്കുക. റിങ്ങിൻ്റെ കേസിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിങ് അബൌട്ട് ആൻ ആക്സിസ് പാസിങ് ത്രൂ ദ സെൻറ്റർ about an axis passing through the center and perpendicular to the plane is equal to I equal to mr². സോ ഇതൊരെണ്ണം പഠിച്ചു വയ്ക്കുക. ഇത് ശരിക്കും സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സസ് ആണ്. ഓക്കെ, ഒരു റിങ്ങിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സസ് ആണ് ഈ ആക്സസ് എന്ന് പറയുന്നത്. എന്താ ഈ ആക്സസിൻ്റെ പ്രത്യേകത? ഇറ്റ് ഇസ് പാസിങ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ റിങ്. സോ ദിസ് ഇസ് എ ആക്സസ് പാസിങ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എല്ലാ ബോഡിയുടെയും പഠിച്ചു വയ്ക്കുക. റിങ്ങിൻ്റെ കേസിൽ എത്രയാണ്? I ഈസ് ഈക്വൽ ടു mr². ക്ലിയർ ആണല്ലോ അല്ലേ? I ഈക്വൽ ടു mr². ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പാരലൽ ആക്സസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സസ് തിയറവും വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള ആക്സസിന് അബൌട്ട് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിങ് അബൌട്ട് ദ ഡയമീറ്റർ. ഓക്കെ, റിങ്ങിൻ്റെ കേസ് നമുക്കറിയാം, റിങ് ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ളൊരു ഷേപ്പാണ് അല്ലേ, ഒരു സർക്കുലർ ഷേപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഡയമീറ്റർ മെഷർ ചെയ്താലും ഇങ്ങനെ ഡയമീറ്റർ മെഷർ ചെയ്താലും സെയിം ആണ് അല്ലേ. സോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഈ ആക്സസ് എന്താ? ഈ ആക്സസ് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നു ആൻഡ് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആണ് ആൻഡ് സെൻറ്ററിൽ കൂടെയാണ് നമുക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഇസഡ് ആക്സസ് പോലെയാണ് അല്ലേ, ഇസഡ് ആക്സസ് പോലെയാണ്. ആൻഡ് നമുക്ക് ഡയമീറ്ററിന് അലോങ് ആയിട്ടുള്ള ആക്സസ് നമുക്ക് രണ്ട് ആക്സസ് ഉണ്ട്. ഓക്കെ, അത് പ്ലെയിനിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സസ് ആണ്. അത് ഡയമെട്രിക്കൽ ആക്സസ് ഇവിടെ പ്ലെയിനിലാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഏത് തിയറം അപ്ലൈ ചെയ്യുക? പെർപെൻഡിക്കുലർ ആക്സസ് തിയറം അപ്ലൈ ചെയ്യുക. പെർപെൻഡിക്കുലർ ആക്സസ് തിയറം എന്താ പറയുന്നത്? IZ is equal to IX plus IY. Moment of inertia of an axis, okay, perpendicular to the lamina, perpendicular to the plane, is equal to the sum of the moment of inertia about the two axes which is lying in the plane. Plane lie ചെയ്യുന്ന രണ്ട് ആക്സസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ സം ആണ്. ഓക്കെ, സോ ഇത് നമുക്ക് ഓൾറെഡി അറിയാം, കാരണം ഇത് നമ്മുടെ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സസും ഇവിടെ ഏതാണ്? ഈ ഇസഡ് ആക്സസ് ആണ്. ഓക്കെ, സോ ഇവിടെ ഈ ഫിഗർ ഒരു സിമെട്രിക്കൽ ഫിഗർ ആയതുകൊണ്ട് ഇങ്ങനെ ഡയമീറ്റർ മെഷർ ചെയ്താലും ഇങ്ങനെ ഡയമീറ്റർ മെഷർ ചെയ്താലും നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ സെയിം ആയിട്ടാണ് കിട്ടുന്നത്. ബിക്കോസ് റിംഗ് ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള ഫിഗറാണ്. റേഡിയസ് എല്ലാം എങ്ങനെ മെഷർ ചെയ്താലും സെയിം ആണ്. ഓക്കെ, എക്സ് ആക്സിന് അലോങ് ആയിട്ട് റേഡിയസ് മെഷർ ചെയ്താലും വൈ ആക്സിന് അലോങ് ആയിട്ടുള്ള റേഡിയസ് മെഷർ ചെയ്താൽ സെയിം ആണ്. സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി എക്സ് ആക്സിസ്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് ദി എക്സ് ആക്സിസ് ഇസ് ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ ബോഡി അലോങ് ദ വൈ ആക്സിസ്. ഓക്കെ, റിങ്ങിൻ്റെ കേസ് ആയതുകൊണ്ട് ഞാൻ എക്സും വൈയും മാറ്റിയിട്ട് എന്താക്കുന്നു? ഞാൻ ഡയമീറ്റർ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഓക്കെ, diameter. Okay, so moment of inertia about the diameter in the x direction is equal to moment of inertia of the body along the y direction or y axis. Okay, so IZ എന്ന് പറയുന്നത് എത്രയാണ്? It is equal to mr². So mr² is equal to 2 times the moment of inertia. ഇത് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആണ്. നമുക്ക് എന്ത് പറയാം? ID plus ID എന്ന് പറയാം. moment of inertia of this ring along moment of inertia of this ring along the diameter. So mr² is equal to 2ID. So what is ID? Moment of inertia of this ring about the diametrical axis is equal to mr² by 2. It is equal to mr² by 2. So ID is equal to mr² by 2. അതാണ് നമുക്ക് കിട്ടുന്നത്. Moment of inertia of the ring along the diameter is mr² by 2. അപ്പോൾ രണ്ട് ആക്സസ് കണ്ടു. നമ്മൾ റിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. റിങ്ങിൻ്റെ സെൻട്രോയിഡൽ ആക്സസിൽ കൂടെ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സസ്. സെൻട്രോയിഡൽ എന്ന് പറയുന്നത് നമുക്ക് സെൻറ്റർ ഓഫ് മാസ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, കാരണം സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സസ് എത്രയാണ്? അവിടെയുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് mr² ആണ്. ഡയമീറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സസ്, ഓക്കെ, ഒരു പ്ലെയിനിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സസിൽ അവിടെയുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് mr² by 2. ഓക്കെ, സോ റിങ്ങിൻ്റെ കേസിൽ നമ്മളത് കണ്ടു. ഇനി അടുത്തത് റിങ്ങിൻ്റെ കേസിൽ തന്നെ
സപ്പോസ് ആക്സിസ് ടാൻജൻ്റാന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയമീറ്റർ ഇങ്ങനെ നമുക്ക് ഡയമീറ്റർ ഉണ്ട്, റിംഗ് ഉണ്ട്. ഇതിൻ്റെ ഡയമീറ്ററിലുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? mr²/2. സപ്പോസ് നമുക്ക് വേറൊരു ആക്സസ് ഉണ്ട്. ഈ ആക്സസിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഇസ് ടാൻജൻഷ്യൽ. ഓക്കെ, ഈ ആക്സസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ടാൻജൻഷ്യൽ. ഇങ്ങനെ ടാൻജൻ്റ് ആയിട്ടുള്ളൊരു ആക്സസ് ഉണ്ട്. ഓക്കെ, ടാൻജൻ്റ് ആയിട്ടുള്ള ആക്സസ് ഉണ്ട്. ടാൻജൻ്റ് ആയിട്ടുള്ള ആക്സസിനകത്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. സോ സി ഡി എന്ന് പറയുന്നത് ഒരു ടാൻജൻഷ്യൽ ആക്സസ് ആണ്. എ ബി എന്ന് പറയുന്നത് എന്താ? എ ബി എന്ന് പറയുന്നത് റിങ്ങിൻ്റെ ഡയമീറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സസ് ആണ്. സോ ഡയമീറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ പെർപെൻഡിക്കുലർ ആക്സസ് തിയറം വെച്ച് കണ്ടുപിടിച്ചു. വിച്ച് ഇസ് ഈക്വൽ ടു mr²/2. ഇവിടെ സി ഡിക്ക് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ഏത് തിയറം അപ്ലൈ ചെയ്യും? അതിന് നമ്മൾ ഏത് തിയറമാണ് അപ്ലൈ ചെയ്യണത്? നിങ്ങളൊന്ന് പറഞ്ഞേ, ഏത് തിയറമാണ് അപ്ലൈ ചെയ്യുന്നത്? ഹെയ്സൽ, ശബരി, ഹായ് ശബരിനാഥ്. ഓക്കെ, ഇതുവരെ ക്ലാസ് അറ്റൻഡ് ചെയ്തവരൊന്ന് പറഞ്ഞേ, ഏത് തിയറം വെച്ചിട്ടാണ് നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് സി ഡി നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഓക്കെ, സി ഡിക്ക് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, ഈ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി ആക്സിസ് സി ഡി. ഈ സി ഡിയുടെ പ്രത്യേകത എന്താ? ഈ സി ഡി എന്ന് പറയുന്ന ആക്സിസ് ഇറ്റ് ഇസ് ടാൻജൻഷ്യൽ അല്ലേ? ടാൻജൻറ്റ് പോലെയാണ്, ഈ റിങ്ങിന് ടാൻജൻറ്റ് പോലെയാണ് ഈ ആക്സിസ്. അപ്പോൾ ആ ആക്സിസിനായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ആ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? നിങ്ങൾ ഏത് തിയറം അപ്ലൈ ചെയ്യും? ഏത് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ? യെസ്, യു ആർ ഗോയിങ് ടു അപ്ലൈ പാരലൽ ആക്സസ് തിയറം. പാരലൽ ആക്സസ് തിയറം അപ്ലൈ ചെയ്യും. നമുക്കറിയാം, വി നോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എ ബി. എ ബി എന്ന് പറയുന്ന ആക്സസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അറിയാം. അപ്പോൾ നമ്മൾ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ബോഡി അബൌട്ട് ദി ആക്സിസ് എ ബി പ്ലസ് the mass of the ring into the distance between the two axes. ഈ രണ്ട് ആക്സസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിൻ്റെ സ്ക്വയർ എടുക്കും അല്ലേ? എത്രയാണ് ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ റിംഗ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? റേഡിയസ് ഓഫ് ദ റിംഗ് ആണ്. കാരണം ഒന്ന് സെൻട്രിൽ കൂടെ പാസ് ചെയ്യുന്നു, മറ്റൊന്ന് ടാൻജൻഷ്യലായിട്ട് പാസ് ചെയ്യുന്നു. സോ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? അത് റേഡിയസ് ആണ്. സോ റേഡിയസ് സ്ക്വയർ ചെയ്യേണ്ടി വരും. So moment of inertia about a tangential axis is equal to moment of inertia about the parallel axis passing through the diameter plus m into distance square. Distance square is r square. Okay, so എ ബിക്ക് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു mr²/2. അപ്പോൾ ഇത് mr²/2 ആണ്, പ്ലസ് mr². പ്ലസ് എം ഇൻറ്റു ആർ സ്ക്വയർ. എൽ സി എം എടുക്കുമ്പോഴേക്കും mr² പ്ലസ് 2mr² എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 3/2mr². 3/2mr². ഓക്കെ, സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എ ടാൻജൻറ്റ്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ ടാൻജൻറ്റ് ഇസ് ഈക്വൽ ടു 3/2mr². 3/2mr². ക്ലിയർ? ഇനിയിപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ചോദിക്കണം എന്ന് വിചാരിക്കണേ. ഇപ്രാവശ്യത്തെ സ്റ്റേറ്റ് ബോർഡ് പേപ്പർ ഇടുന്നവർ ഏതെങ്കിലും വെറൈറ്റി ചോദിക്കണം. എനിക്ക് ഇപ്രാവശ്യം എന്തെങ്കിലും വെറൈറ്റി ചോദിച്ചേ പറ്റൂ. ഇതെല്ലാം എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സപ്പോസ് ഞാൻ ഈ ആക്സസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ പറയണേ. ഓക്കെ, ഞാൻ ഈ ആക്സസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാൻ പറയണേ. എന്ത് ഈ ആക്സസിൻ്റെ പ്രത്യേകത? ഈ ആക്സസും ഒരു ടാൻജൻഷ്യൽ ആക്സസ് ആണ്. ഓക്കെ, ഈ ആക്സസും ഒരു ടാൻജൻഷ്യൽ ആക്സസ് ആണ്. പക്ഷേ ഈ ആക്സസ് ആർക്കാണ് ടാൻജൻ്റ് ആയിട്ട്? അല്ലേ, ഏതിന് ടാൻജൻ്റ് ആയിട്ടാണ്? പ്ലെയിനിന് പെർപെൻഡിക്കുലറാണ്. റിങ്ങിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ആക്സസ് നിൽക്കുന്നത്. പക്ഷേ ഇത് ആറിനോട് പാരലാണ്? നമ്മുടെ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്നു അല്ലേ? ഈ ആക്സസിൻ്റെ പ്രത്യേകത എന്താ? ദാറ്റ് ഇസ് ദ ആക്സസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സസ് ആണ്, ആൻഡ് ഇറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. അതിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്തായാലും പഠിച്ചു വെച്ചേ പറ്റൂ. സോ I ഈസ് ഈക്വൽ ടു mr² ആണ്. I ഈസ് ഈക്വൽ ടു mr². അങ്ങനെയാണെങ്കിൽ ഈ ടാൻജൻഷ്യൽ ആക്സസ് സി ഡിനകത്തുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും? ഓക്കെ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇസ് ഈക്വൽ ടു ദ moment of inertia of the body about the center of mass. Okay, about the axis passing through the center of mass. അതെന്ന് പറയുന്നത് ICM ആണ്, പ്ലസ് m ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. ഈ രണ്ട് ആക്സസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്ക്വയർ. സോ പ്ലസ് m ഇൻറ്റു ആർ സ്ക്വയർ. എന്താണ് ഇവിടെ ഡിസ്റ്റൻസ് സ്ക്വയർ? ഈ രണ്ട് ആക്സസ് തമ്മിലുള്ള ദൂരം എത്ര തന്നെയാണ്? റേഡിയസിനോട് ഈക്വലൻ്റ് ആണ്. ഓക്കെ, ഈ രണ്ട് ആക്സസ് തമ്മിലുള്ള ദൂരം റേഡിയസിനോട് ഈക്വലൻ്റ് ആണ്. സോ ICD ഇസ് ഈക്വൽ ടു mr² പ്ലസ് mr². mr² പ്ലസ് mr², ഇറ്റ് ഇസ് ഈക്വൽ ടു 2mr². ഇറ്റ് ഇസ് ഈക്വൽ ടു 2
mr². ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ടാൻജൻറ്റ് ചോദിച്ചാലും നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാം. ഇങ്ങനെയുള്ള ടാൻജൻറ്റ് ചോദിച്ചാലും നമുക്ക് പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ റിങ്ങിൻ്റെ കേസിൽ നമ്മൾ കഴിഞ്ഞു. അടുത്തതായിട്ട് ഡിസ്ക് ആണ്. ഡിസ്കിൻ്റെ കേസിൽ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്നത് ഓർത്ത് വയ്ക്കുക, റിങ്ങിൻ്റെ നേരെ പകുതിയാണ്. റിങ്ങിൻ്റെ കേസിൽ mr² ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്കിൻ്റെ കേസിൽ എത്രയാണ്? mr²/2. സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഡിസ്ക് about the axis passing through the center of mass is mr²/2. ഓർത്ത് വയ്ക്കുക, mr²/2. അങ്ങനെയാണെങ്കിൽ ഡയമീറ്ററിന് അബൌട്ട് ആയിട്ട് എങ്ങനെയായിരിക്കും? ഓക്കെ, ഇത് പെർപെൻഡിക്കുലർ ആക്സിസിലാണ് നമുക്ക് mr²/2 എന്ന് പറയുന്നത്. നമുക്കറിയാം ഡിസ്കും റിങ്ങും ഒക്കെ ഒരുപോലെ അല്ലേ, ഏകദേശം ഒരുപോലെയാണ്. റിങ്ങിന് ഉള്ളിൽ മെറ്റീരിയൽ ഇല്ല, ഡിസ്കിൻ്റെ കേസിൽ അതൊരു സോളിഡ് മെറ്റീരിയലാണ്, അതിന് ഉള്ളിലും മെറ്റീരിയൽ ഉണ്ട്. ഓക്കെ, സോ നമുക്ക് രണ്ട് ആക്സസ് കൺസിഡർ ചെയ്യാം. ഒന്ന് എക്സ് ആക്സസും കൺസിഡർ ചെയ്യാം, ഒന്ന് വൈ ആക്സസും കൺസിഡർ ചെയ്യാം. നേരത്തെ സോൾവ് ചെയ്ത പോലെ തന്നെ രണ്ട് കേസിലും ഡയമീറ്റർ മെഷർ ചെയ്താലും സെയിം ആണ്. എങ്ങനെ ഡയമീറ്റർ മെഷർ ചെയ്താലും സെയിം ആണ്. എക്സ് ആക്സിന് അലോങ് ആയിട്ട് മെഷർ ചെയ്താലും വൈ ആക്സിന് അലോങ് ആയിട്ട് മെഷർ ചെയ്താലും എല്ലാ ഡയമീറ്ററും സെയിം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാം. IZ = IX + IY. ഈ കേസിനകത്ത് എക്സും വൈയും പ്ലെയിനിലാണ് കിടക്കുന്നത്, ഡിസ്കിൻ്റെ പ്ലെയിനിൽ തന്നെയാണ്. സോ ഡയമീട്രിക്കൽ ആക്സസ് തന്നെയാണ്, ഡയമീട്രിക്കൽ ആക്സസ് തന്നെയാണ്. അവർ രണ്ടുപേരും ഈക്വലാണ്. IX = IY = മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദ ഡയമീറ്റർ = ID. ഓക്കെ, സോ വാട്ട് ഈസ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ about this axis? അതെന്ന് പറയുന്നത് mr²/2 ആണ്. സോ mr²/2 = 2 times ID, 2 times moment of inertia of the body about the diametrical axis. So moment of inertia about the diametrical axis ID is equal to mr²/4. Okay, mr²/4. So moment of inertia of the disc about the diametrical axis or about the diameter is mr²/4. About the diameter is mr²/4. Clear? ഇനി അടുത്തത് ഏതുപോലെ തന്നെ റിങ്ങിൻ്റെ കേസിൽ നമ്മൾ ടാൻജൻഷ്യൽ ആക്സിസ് കണ്ടു. ഡിസ്കിൻ്റെ കേസിലും ഇതുപോലെ ഒരു ടാൻജൻഷ്യൽ ആക്സിസ് പറയണേ. ഡിസ്കിൻ്റെ കേസിലും ഇതുപോലെ ഒരു ടാൻജൻഷ്യൽ ആക്സിസ്. ഏതിന് ടാൻജൻഷ്യലായിട്ട്? ഡയമീറ്ററിന് പാരലായിട്ട് വേറൊരു ആക്സിസ് ആണ്. ഡയമീറ്ററിന് പാരലായിട്ട് നമ്മളൊരു ടാൻജൻറ്റ് വരയ്ക്കണതാണ്. ഓക്കെ, സോ ഈ ആക്സിസ് നമുക്ക് AB എന്ന് പറയാം, ഇത് നമുക്ക് CD എന്ന് പറയാം. നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? പിന്നെയും പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാം. പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോഴേക്കും moment of inertia of the disc about the axis CD is equal to moment of inertia about the parallel axis. ഇവിടെ പാരലായിട്ടിരിക്കുന്ന ആക്സിസ് ആരാണ്? AB എന്ന് പറയുന്ന ആക്സിസ് ആണ് പാരലായിട്ടുള്ളത്. സോ moment of inertia of the body about the parallel axis plus m into ഈ ആക്സിസ് തമ്മിലുള്ള ദൂരം. ഈ ആക്സിസ് തമ്മിലുള്ള ദൂരം എന്താണ്? ഡിസ്കിൻ്റെ റേഡിയസ് തന്നെയാണ്. സോ പ്ലസ് m × r². സോ AB എന്ന് പറയുന്നത് ഡയമീറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ്. സോ ABക്ക് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇറ്റ് ഈസ് ഈക്വൽ ടു mr²/4 plus mr²/4 plus mr². So moment of inertia of the disc about the tangential axis is equal to 5/4 mr². mr²/4ഉം mr² ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5/4 mr² കിട്ടും. സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഡിസ്ക് about the axis CD is equal to 5/4 mr². ക്ലിയർ? ഈ ആക്സസ് നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഈ CD എന്ന് പറയുന്ന ആക്സസ് അത് ടാൻജൻഷ്യലാണ്, പക്ഷേ അത് ഡയമീറ്ററിൻ്റെ പാരലാണ്. സപ്പോസ് ഞാൻ ഇങ്ങനെ ഒരു ആക്സസ് വരയ്ക്കണതാണ്. ഇങ്ങനെ ഒരു ആക്സസ് വരയ്ക്കുകയാണ്. ഈ ആക്സസിൻ്റെ പ്രത്യേകത എന്താ? ഈ ആക്സസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പാരലൽ ടു ദ ആക്സസ് പാസിങ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സസിൻ്റെ പാരലാണ്. ഓക്കെ, സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി ആക്സസ് EF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പാസിങ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണ്. പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആണ്. എന്നാൽ എന്താ, പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആണെങ്കിലും സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനോട് പാരലാണ്. സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി ആക്സിസ് EF is equal to IEF is equal to moment of inertia of the disc about the center of mass, axis passing through the center of mass plus m into distance square. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു റേഡിയസിൻ്റെ അല്ലേ, റേഡിയസ് തന്നെയാണ്. സോ m into r². സോ IEF is equal to എത്രയാണത്? mr²/2. moment of inertia of the disc about the axis passing through the center of masses mr²/2 plus mr², which is equal to LCM എടുക്കുമ്പോഴേക്കും എത്ര വരും? ഇറ്റ് ഈസ് ഈക്വൽ ടു 3/2 mr². ഇറ്റ് ഈസ് ഈക്വൽ ടു 3/2 mr². ക്ലിയർ? അപ്പോൾ നമ്മൾ റിങ് കവർ ചെയ്തു, ഡിസ്ക് കവർ ചെയ്തു.
ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തൊരു ചോദ്യം തന്നെയുണ്ട്. സ്റ്റേറ്റ് ദ തിയറം ഓഫ് പെർപെൻഡിക്കുലർ ആക്സസ് ഓഫ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. നമുക്കറിയാം പെർപെൻഡിക്കുലർ ആക്സസ് എന്താണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് എ ആക്സസ് ദാറ്റ് ഇസ് പാസിംഗ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ ബോഡി അല്ലേ is equal to the sum of the moment of inertia about the two axes that is perpendicular to the given axis and in the plane of the lamina. So Iz is equal to Ix plus Iy. ഈ Ix ഉം Iy എന്ന് പറയുന്നത് എന്താണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി എക്സ് ആൻഡ് വൈ ആക്സസ്. എക്സ് ആൻഡ് വൈ ആക്സസ് ആ ബോഡിയുടെ ലാമിനിൽ തന്നെ ഉള്ളതാണ്, ആ ബോഡിയുടെ പ്ലെയിനിൽ തന്നെ ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിയുടെ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് മൂന്നാമതൊരു ആക്സസ് ഉണ്ടെങ്കിൽ ആ ആക്സസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് Iz ഇസ് ഈക്വൽ ടു Ix പ്ലസ് Iy ആണ്. Iz ഇസ് ഈക്വൽ ടു Ix പ്ലസ് Iy. ഷുവറായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ദിസ് ഇസ് എ 4 മാർക്ക് ക്വസ്റ്റ്യൻ. അടുത്തത്, ഡിറൈവ് ദ എക്സ്പ്രഷൻ ടു ഫൈൻഡ് ഔട്ട് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സർക്കുലർ ഡിസ്ക് about one of its diameter with the help of a NEET diagram. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഡയമെട്രിക്കൽ ആക്സസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വേണം. ഇത് സർക്കുലർ ഡിസ്ക് ആണ് ചോദിച്ചേക്കുന്നത്. ഡയമെട്രിക്കൽ ആക്സസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു mr²/2. കുറച്ച് മുമ്പാണ് നമ്മൾ ഇത് ചെയ്തതല്ലേ, mr²/2. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി ആക്സസ് പാസിംഗ് ത്രൂ ദ ടാൻജൻറ്റിന് അബൌട്ട് ആയിട്ടുള്ള ടാൻജൻറ്റിന് അബൌട്ടായിട്ടാണോ ചോദിച്ചേക്കുന്നത്? അല്ല, ഡയമീറ്ററിന് അബൌട്ടായിട്ടാണ് ചോദിച്ചേക്കുന്നത്. സോ ഡയമീറ്ററിന് അബൌട്ടായിട്ട് ചോദിച്ചുകൊണ്ട് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യണം? പെർപെൻഡിക്കുലർ ആക്സസ് തിയറം അപ്ലൈ ചെയ്യണം. ഓക്കെ, പെർപെൻഡിക്കുലർ ആക്സസ് തിയറം അപ്ലൈ ചെയ്യണം. സോ സെൻട്രിൽ കൂടെ പാസ് ചെയ്യുന്നതും എന്നാൽ പെർപെൻഡിക്കുലറായിട്ടും പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ടും ഉള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ്? ദാറ്റ് ഈസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഈക്വൽ ടു mr²/2. അങ്ങനെയാണെങ്കിൽ ഡയമീറ്ററിന് അബൌട്ടായിട്ട് എന്താണ്? ICM. ഓക്കെ, ICM ഇവിടെ ഈക്വൽ ടു mr²/2 ആണ്. റിംഗ് അല്ല ചോദിച്ചേക്കുന്നത്, ഇത് ഡിസ്ക് ആണ്. സോ ഡിസ്കിൻ്റെ കേസിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ബോഡി അബൌട്ട് ദി ആക്സസ് പാസിംഗ് ത്രൂ ദ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സസ് ആണ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലാമിന പെർപെൻഡിക്കുലറുമാണ്. അങ്ങനെയുള്ള ആക്സസിനായിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് mr²/2 ആണ്. അങ്ങനെയാണെങ്കിൽ ഡയമീറ്ററിലുള്ള കൂടെ പാസ് ചെയ്യുന്നത് എന്താണ്? നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? We can apply the perpendicular axis theorem. So Iz is equal to Ix plus Iy. Iz is equal to Ix plus Iy. So mr²/2 is equal to 2 times moment of inertia about the diameter. So moment of inertia about the diametrical axis is equal to mr²/4. mr²/4. ക്ലിയർ? നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് ചെയ്ത ഒരു കോൺസെപ്റ്റാണിത്. സോ ഇത് 2020 മാർച്ചിൽ 4 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഒരു റോഡിൻ്റെ കേസാണ്. റോഡിൻ്റെ കേസിൽ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. റോഡിൻ്റെ കേസിൽ നടുക്ക് കൂടെ പാസ് ചെയ്യുന്നത്. ഓക്കെ, അബൌട്ട് ദ ആക്സസ് പാസിംഗ് ത്രൂ ദ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നു. അബൌട്ട് ദ ആക്സസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത് ഓഫ് ദ റോഡ്. ഓക്കെ, സോ ഇതാണ് റോഡ്. ഇതിൻ്റെ ലെങ്ത് L ആണ്. സോ ലെങ്ത് L ആണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദിസ് ആക്സസ്. ഈ ആക്സസിൻ്റെ പ്രത്യേകത എന്താ? ഈ ആക്സസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് പാസിംഗ് ത്രൂ ദ സെൻറ്ററിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത്തിനോട് പെർപെൻഡിക്കുലർ ആണ്. ഇറ്റ് ഇസ് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത് ഓഫ് ദ റോഡ് ആൻഡ് ദി ആക്സസ് ഇസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ. ഓക്കെ, അങ്ങനെയുള്ളതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു ml²/12. ഓക്കെ, ഇതിന് ഡെറിവേഷൻ ഉണ്ട്. ഈ ഡെറിവേഷൻ സാധാരണ ചോദിക്കാറില്ല. അതൊരു ഇൻ്റഗ്രേഷൻ മെത്തേഡ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ചോദിക്കാറില്ല. പക്ഷേ ഈ വാല്യൂ ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഇസ് ഈക്വൽ ടു ml²/12. ml²/12 ആണ് വാല്യൂ നമുക്ക് വരുന്നത്. ഇനി രണ്ടാമത് ചോദിച്ചേക്കുന്നത് എന്താ? രണ്ടാമത് ചോദിച്ചേക്കുന്നത് അബൌട്ട് ആൻ ആക്സസ് പാസിംഗ് ത്രൂ വൺ എൻഡ്. ഓക്കെ, അടുത്ത ആക്സസ് എങ്ങനെയാണ്? ഇറ്റ് ഇസ് പാസിംഗ് ത്രൂ വൺ എൻഡ്. ഒരു എൻഡിൽ കൂടെ പാസ് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഇസ് പാരലൽ ടു ദ പ്രീവിയസ് ആക്സസ്. നേരത്തെ പറഞ്ഞ ആക്സസിന് പാരലാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ കണ്ടില്ലോ ഈ ആക്സസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്താണ്? ഇറ്റ് ഇസ് ഈക്വൽ ടു ml²/12. അത് ml²/12 ആണ്. അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ഈ ആക്സസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. ഓക്കെ, സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി ആക്സസ് പാസിംഗ് ത്രൂ വൺ ഓഫ് ദി എൻഡ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത്. നമുക്കിതിന് പേരിടാം. ഓക്കെ, ഇതിനെ നമുക്ക് AB എന്ന് പറഞ്ഞ് വിളിക്കാം. ഇത് നമുക്ക് എന്ത് വിളിക്കാം? ഇത് നമുക്ക് CD എന്ന് പറഞ്ഞ് വിളിക്കാം. സോ നമുക്ക് ഇവിടെ എന്ത് അപ്ലൈ ചെയ്യാം? പാരലൽ ആക്സസ് തിയറം അപ്ലൈ ചെയ്യാം. ICD is equal to moment of inertia about the axis passing through the center
and perpendicular, that is IAB plus m into distance square. Okay, total length L ആണ്. അപ്പോൾ ഇത്ര ദൂരം എത്രയാണ്? ഇത്ര ദൂരം എന്ന് പറയുന്നത് L/2 ആണ്. Okay, ഇത്ര ദൂരം എന്ന് പറയുന്നത് L/2 ആണ്. So it is m into L/2 the whole square. Okay, so moment of inertia of this rod about the axis passing through the center and perpendicular to the length, അതെന്ന് പറയുന്നത് ml square by 12 ആണ്. It is equal to ml square by 12 plus m into L square by 4 plus m into L square by 4. നമുക്ക് LCM എടുക്കാം. Okay, so it is equal to ml square by 12 plus m into L square by 4. m into L square by 4. LCM എടുക്കുമ്പോഴേക്കും എത്ര വരുന്നുണ്ട്? LCM എടുക്കുമ്പോഴേക്കും it will become, നമുക്ക് ഇവിടെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. So it will become 3 ml square plus ml square. 4 ml square എന്ന് വരും. So 4 ml square divided by 12. 4ഉം 12ഉം കട്ട് ചെയ്യാം. നമുക്കത് എത്ര വരും? ml square by 3. Okay, ml square by 3. So moment of inertia about the axis, okay, passing through the one of the end and perpendicular to the length is ml square by 3. ml square by 3 എന്ന് വരും. Clear? Okay, അടുത്തതായിട്ട് നമുക്ക് നോക്കാം. Moment of inertia of the thin rod of mass m and length L about an axis perpendicular to the rod at its midpoint is ml square by 12. Find the moment of inertia of the rod about an axis perpendicular to and passing through one of the end. എത്ര മാർക്കിനെ ചോദിച്ചേക്കണമെന്ന് നോക്കിയേ? 2019 2 മാർക്കിനുള്ള ചോദ്യമാണ്. നമ്മളിവിടെ ജസ്റ്റ് എന്ത് അപ്ലൈ ചെയ്താൽ മതി? പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് നടുക്ക് കൂടെ പാസ് ചെയ്യുന്നത് അറിയാം അല്ലേ? മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദിസ് റോഡ് about the axis passing through the center, സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആൻഡ് പെർപെൻഡിക്കുലർ, അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് അറിയാം. അഥവാ അറിയില്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് ml square by 12 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ബോഡി ഓർ ഓഫ് ദ റോഡ് about the axis that is passing through one end, ഒരു എൻഡിൽ കൂടെ പാസ് ചെയ്യുന്നു, ആൻഡ് ഇറ്റ് ഇസ് പാരലൽ ടു ദ ആക്സിസ് ദാറ്റ് ഇസ് പാസിങ് ത്രൂ ദ സെൻറ്റർ, സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന് പാരലാണ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യണം. പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? ml square by 12 പ്ലസ് m ഇൻറ്റു എത്രയാണ് ദൂരം? രണ്ട് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് വരുന്നത്, ഇറ്റ് ഈസ് ഈക്വൽ ടു L/2 ദ ഹോൾ സ്ക്വയർ. സോ ml square by 12 പ്ലസ് m ഇൻറ്റു L/2 ദ ഹോൾ സ്ക്വയർ. നമ്മളത് സോൾവ് ചെയ്യുമ്പോഴേക്കും ml square by 12 പ്ലസ് ml square by 4 വരും. LCM എടുക്കുമ്പോഴേക്കും നമുക്ക് 4 ml square by 12 വരും, വിച്ച് ഇസ് ഈക്വൽ ടു ml square by 3. എത്രയാണ്? ml square by 3. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിന് സ്ഥിരം ചോദിച്ചു കണ്ടിട്ടുണ്ട്. 2019 ഇംപ്രൂവ്മെൻ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണത്. ഇനി സിലിണ്ടറിൻ്റെ കേസിൽ 2 ടൈപ്പ് സിലിണ്ടർ നമുക്ക് കാണാം. ഹോളോ സിലിണ്ടറും കാണാം, സോളിഡ് സിലിണ്ടറും കാണാം. ഹോളോ സിലിണ്ടറിൻ്റെ കേസിൽ ഒന്ന് ആലോചിച്ച് വയ്ക്കാം. എബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്, ഇതിന് ഓക്കെ ലെങ്ത്തിന് പാരലായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഇതിൻ്റെ ഈ ആക്സിസിൽ കൂടെ അതിന് അബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എത്രയാണ്? അതിന് അബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് mr സ്ക്വയർ ആണ്. അതിന് അബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് mr സ്ക്വയർ ആണ്. എബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് ഇസ് mr സ്ക്വയർ. ഇനി ഇങ്ങനെ ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ ഒന്ന് പഠിച്ചു വയ്ക്കുക. എത്ര? മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഹോളോ സിലിണ്ടർ അബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത്തിന് പെർപെൻഡിക്കുലർ ആണ് ആൻഡ് പാസിങ് ത്രൂ ദ സെൻറ്റർ. അങ്ങനെ ആകുമ്പോൾ റോഡിൻ്റെ ഒക്കെ ഒന്ന് കമ്പൈൻ ചെയ്യുക. റോഡിൻ്റെയും നമ്മുടെ ഹോളോ സിലിണ്ടർ ആയതുകൊണ്ട് റിങ്ങിൻ്റെ ഒക്കെ ഒന്ന് കമ്പൈൻ ചെയ്ത് വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. സോ ഇറ്റ് ഇസ് ml square by 12 പ്ലസ് mr square by 2. ml square by 12 പ്ലസ് mr square by 2. ഞാൻ എന്താണ് റോഡിൻ്റെ കമ്പൈൻ ചെയ്യാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിണ്ടർ, ഇതൊരു ഹോളോ സിലിണ്ടർ അല്ലേ. ഹോളോ സിലിണ്ടർ ആകുമ്പോൾ ഉള്ളിലൊന്നുമില്ല, എന്നാൽ ഇതിന് ലെങ്ത്തും ഉണ്ട്. സോ ലെങ്ത്ത് ഉള്ളത് എന്താ വെച്ചാൽ ആലോചിച്ച് നോക്കുക, റോഡ് വെച്ച് കണക്ട് ചെയ്ത് നോക്കുക. സോ റോഡിൻ്റെ എന്താണ്? ml square by 12. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ മെറ്റീരിയൽ ഒന്നും ഇല്ലല്ലോ, ഹോളോ സിലിണ്ടർ അല്ലേ. അപ്പോൾ നിങ്ങൾ റിങ്ങിൻ്റെയും കൂടെ കമ്പൈൻ ചെയ്യുക. റിങ്ങിൻ്റെ കേസിൽ എത്ര ഡയമീറ്ററിന് അബൌട്ട് ആയിട്ടുള്ളത്? mr square by 2 ആണ്. സോ ml square by 12 പ്ലസ് mr square by 2. ഒന്ന് ആലോചിച്ച് വയ്ക്കാം. ഓക്കെ, ഇനിയിപ്പോൾ സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ മതി. ഡിസ്കിൻ്റെ പോലെ തന്നെയാണ്. ഹോളോ സിലിണ്ടറിൻ്റെ കേസിൽ
റിങ് പോലെയായിരുന്നു. അബൌട്ട് ദ ആക്സസ് ഇറ്റ് ഇസ് എം ആർ സ്ക്വയർ. അബൌട്ട് ദി ആക്സസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത്, ആ കേസിനകത്ത് ഇത് എം എൽ സ്ക്വയർ ബൈ 12 പ്ലസ് എം ആർ സ്ക്വയർ ബൈ 2 ആണ്. ഇനി സോളിഡ് സിലിണ്ടർ കേസിൽ ഡിസ്ക് പോലെ തന്നെ ആലോചിച്ച് വെക്കുക. അബൌട്ട് ദി ആക്സസിന് അബൌട്ട് ആയിട്ട് എത്ര വാല്യൂ വരുന്നത്? ഇറ്റ് ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2. അങ്ങനെയാണെങ്കിൽ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നു പെർപെൻഡിക്കുലർ ടു ദ ലെങ്ത്. ഓക്കെ, moment of inertia of this cylinder, of this solid cylinder, about the axis passing through the center and perpendicular to the length. ലെങ്ത്തിനോട് പെർപെൻഡിക്കുലർ ആണ്, എന്നാൽ ആക്സസ് ഇസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിൻ്റെ കമ്പൈൻ ചെയ്യുക? റോഡിൻ്റെ കമ്പൈൻ ചെയ്യുക. റോഡിൻ്റെ കേസിൽ എന്ത് ചെയ്യുക? എം എൽ സ്ക്വയർ ബൈ 12. പിന്നെ ഇത് സോളിഡ് സിലിണ്ടർ ആണ് അല്ലേ? സോളിഡ് സിലിണ്ടർ ആകുമ്പോൾ ഉള്ളിലൊക്കെ സാധനമുണ്ട്, പൊള്ളയല്ല, ഉള്ളിലൊക്കെ സോളിഡാണ്. സോ നമുക്ക് എന്ത് കമ്പൈൻ ചെയ്യാം? ഡിസ്കിൻ്റെ ആലോചിച്ച് നോക്കുക. ഡിസ്കിൻ്റെ ഡയമീറ്ററിൽ എന്തായിരുന്നു? ഡിസ്കിൻ്റെ ഡയമീറ്ററിൽ എം ആർ സ്ക്വയർ ബൈ 4 ആയിരുന്നു. സോ എം എൽ സ്ക്വയർ ബൈ 12 പ്ലസ് എം ആർ സ്ക്വയർ ബൈ 4. എം എൽ സ്ക്വയർ ബൈ 12 പ്ലസ് എം ആർ സ്ക്വയർ ബൈ 4. ഓർത്ത് വെക്കാനുള്ളൊരു ട്രിക്കാണ് നമുക്ക് പറഞ്ഞു തന്നത്. എം എൽ സ്ക്വയർ ബൈ 12 പ്ലസ് എം ആർ സ്ക്വയർ ബൈ 4. ഇനി അടുത്തത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോളിഡ് സ്പിയറിൻ്റെ കേസിൽ അബൌട്ട് ദ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നത്. സ്പിയറിൻ്റെ കേസിൽ എന്തായാലും സെൻറ്റർ ഓഫ് മാസ് എവിടെയാണ്? സെൻറ്ററിൽ തന്നെയാണ്, സെൻറ്റർ ഓഫ് ദ സ്പിയറിലാണ്. സോ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്താ? മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സ്പിയർ അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് മാസ് ICM ഇസ് ഈക്വൽ ടു 2/5 mr സ്ക്വയർ. ICM എത്രയാണ്? ഇറ്റ് ഇസ് ഈക്വൽ ടു 2/5 mr സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് എ ടാൻജൻഷ്യൽ ആക്സിസിനായിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പാരലൽ ആക്സിസ് തിയറം ഉപയോഗിക്കാം. സോ I ഈക്വൽ ടു ICM പ്ലസ് എം ഇൻറ്റു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എം ഇൻറ്റു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ആക്സിസ്. ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു R. It is equal to R. So m into radius അല്ലേ, radius of the sphere. So plus mr square. So ഇത് എത്രയാവും? 2/5 mr square, 2/5 mr square plus mr square, 2/5 mr square plus mr square. നമുക്ക് എത്ര വരും അത്? It is equal to 7/5 mr square. Okay, 7/5 mr square. So about the tangent, it is equal to 7/5 mr square. അടുത്തത് ഒരു ഷെല്ലിൻ്റെ കേസിലാണ്. ഷെല്ലിൻ്റെ കേസിൽ സെൻട്രോയിഡൽ ആക്സസ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സസിനകത്ത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് 2/3 mr സ്ക്വയർ ആണ്. ഓർത്ത് വയ്ക്കാം. സോ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ഷെൽ എന്ന് പറയുമ്പോൾ സ്പിയർ പോലെ തന്നെയാണ്, പക്ഷേ ഇറ്റ്സ് എ ഹോളോ സ്പിയർ ആണ്, ഉള്ളിലൊന്നുമില്ല അല്ലേ, ഉള്ളിലൊന്നുമില്ല. സോ ഹോളോ സ്പിയർ പോലെയാണ്. സോ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ ഷെൽ ഓർ എ ഹോളോ സ്പിയർ about the axis passing through the center of mass കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനെ പോട്ടായിട്ട് എത്രയാണ്? ഇറ്റ് ഇസ് 2/3 mr സ്ക്വയർ. എത്രയാണ്? 2/3 mr സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ടാൻജൻഷ്യൽ ആക്സിസിൽ എത്രയായിരിക്കും? ടാൻജൻഷ്യൽ ആക്സിസിൽ നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനെ പോട്ടായിട്ടുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ എടുക്കുക പ്ലസ് എം ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. ഓക്കെ, ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ദൂരം എത്രയാണ്? ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ദൂരം റേഡിയസ് ആണ്. So that is equal to plus m into r square, which is equal to 2/3 mr square plus mr square. 2/3 mr square plus mr square, which is equal to 5/3 mr square. So moment of inertia of a hollow shell, okay, of a hollow sphere or shell about the tangential axis is equal to 5/3 mr square. Okay. സെൻറ്റർ ഓഫ് മാസിൽ കൂടെ എത്രയാണ്? 2/3 mr സ്ക്വയർ. ടാൻജൻഷ്യൽ ആക്സിസിൽ എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 5/3 mr സ്ക്വയർ. 5/3 mr സ്ക്വയർ ആയിട്ട് വരും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് സമ്മറൈസ് ചെയ്തിട്ടുള്ളതാണ്. തിൻ സർക്കുലർ റിങ്ങിൻ്റെ കേസിനകത്ത് പെർപെൻഡിക്കുലർ ടു പ്ലെയിൻ ആൻഡ് സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സസ് ആണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഓക്കെ, റിങ്ങിൻ്റെ കേസിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു mr സ്ക്വയർ. റിങ്ങിൻ്റെ ഡയമീറ്ററിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും? പെർപെൻഡിക്കുലർ ആക്സസ് തിയറം അപ്ലൈ ചെയ്യും. പെർപെൻഡിക്കുലർ ആക്സസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡയമീറ്ററിന് അലോങ് ആയിട്ട് ഇറ്റ് ഇസ് mr സ്ക്വയർ ബൈ 2. തിൻ റോഡിൻ്റെ കേസിൽ ml സ്ക്വയർ ബൈ 12 വരും. സർക്കുലർ ഡിസ്കിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നതും എന്നാൽ പെർപെൻഡിക്കുലർ ടു ദ സർക്കുലർ ഡിസ്ക് ആണെങ്കിൽ അത് എത്ര വരും? mr സ്ക്വയർ ബൈ 2. ഇനി
ഡയമീറ്ററിൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ഡയമീറ്ററിൽ കൂടെ റിങ്ങിൻ്റെ കേസിൽ തന്നെ ഡയമീറ്ററിൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു mr²/4 ആയിട്ട് വരും. ഹോളോ സിലിണ്ടറിൻ്റെ കേസിൽ ഓർത്ത് വയ്ക്കുക, റിങ് പോലെ തന്നെയാണ്. ഹോളോ സിലിണ്ടർ ആക്സിസിനകത്ത് ഇറ്റ് ഈസ് ഈക്വൽ ടു mr². സോളിഡ് സിലിണ്ടറിൻ്റെ കേസിൽ നമ്മൾ ഡിസ്കിൻ്റെ പോലെ തന്നെ ഓർത്ത് വയ്ക്കുക. ഡിസ്കിൻ്റെ കേസിൽ എത്രയായിരുന്നു? mr²/2. അതുപോലെ തന്നെ ഹോളോ സിലിണ്ടറിൻ്റെ ആക്സിസിനെ പോയിട്ട് എത്ര തന്നെയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു mr²/2. സോളിഡ് സ്പിയറിൻ്റെ കേസിൽ എത്രയാണ്? അബൌട്ട് ദി സെൻട്രോയിഡൽ ആക്സിസ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് 2/5 mr² ആണ്. അതൊരു സോളിഡ് സ്പിയറിൻ്റെ കേസിലാണ്. എന്നാൽ ഒരു ഹോളോ സ്പിയർ അല്ലെങ്കിൽ ഒരു ഷെല്ലിൻ്റെ കേസിൽ അത് എത്ര വരും? 2/3 mr² വരും. സോ ഈ പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. പല ബോഡിയുടെ കേസിലും റിങ്ങിൻ്റെ കേസ്, ഡിസ്ക്, സിലിണ്ടർ 2 ടൈപ്പ്, ഹോളോ സിലിണ്ടർ, സോളിഡ് സിലിണ്ടർ. റോഡിൻ്റെ കേസിൽ റോഡിൻ്റെ ആക്സിസ് എൻഡിലുള്ള ആക്സിസിൻ്റെ കേസിൽ, പിന്നെ സ്പിയർ 2 ടൈപ്പ് സ്പിയർ, സോളിഡ് സ്പിയറും ഹോളോ സ്പിയറും. ഇതെപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഈ ലെസൺ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം പഠിക്കുക, നമ്മൾ ഒരു പ്രാവശ്യം ഈ ലെസൺ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു റിവിഷന് വേണ്ടി എടുക്കുമ്പോഴേക്കും ഏറ്റവും ആദ്യം റിവിഷൻ എടുക്കേണ്ട പോർഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, കാരണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഒരു 3 മാർക്ക് മിനിമം എല്ലാ 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്കാണ് ഈ ചാപ്റ്റർ എന്നുള്ളത്. അതിലൊരു 3 മാർക്ക് എന്തായാലും ഈ ഏരിയ എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇംപ്രൂവ്മെൻറ്റ് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ഫിൽ ഇൻ ദ ടേബിൾ പോലെയാണ്. ഫിൽ ഇൻ ദ ടേബിൾ, നമുക്കൊരു ടേബിൾ വന്നിട്ടുണ്ട്, 3 കോളം ഉണ്ട്. അപ്പോൾ ആദ്യത്തെ കേസിൽ സർക്കുലർ ഡിസ്ക്, റേഡിയസ് 6 ആണ്. ആക്സസിൻ്റെ ഒരു നേച്ചർ വന്നിട്ടുണ്ട്, പെർപെൻഡിക്കുലർ ടു ദ ഡിസ്ക് ആൻഡ് അറ്റ് ദ സെൻറ്റർ. ഇത് ഡിസ്ക് ആണ്. റിങ്ങിൻ്റെ കേസിലാണെങ്കിൽ പെർപെൻഡിക്കുലർ ടു ദ റിംഗ് ആൻഡ് സെൻറ്റർ ആണെങ്കിൽ mr². ഡിസ്കിൻ്റെ കേസിൽ പെർപെൻഡിക്കുലർ ടു ദ ഡിസ്ക് ആൻഡ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ എന്ന് പറയുമ്പോഴേക്കും ഇറ്റ് ഈസ് ഈക്വൽ ടു mr²/2. ഇറ്റ് ഈസ് ഈക്വൽ ടു mr²/2. ക്ലിയർ? mr²/2. സർക്കുലർ റിംഗ്, തിൻ സർക്കുലർ റിങ്ങിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വന്നിട്ടുണ്ട് mr²/2. പക്ഷേ ആക്സസ് ആണ് നമ്മുടെ ചോദിച്ചേക്കുന്നത്. ഓക്കെ, സർക്കുലർ റിങ്ങിൻ്റെ കേസിൽ പെർപെൻഡിക്കുലർ ടു ദ റിംഗ് ആൻഡ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ആണെങ്കിൽ mr² ആണ്. അപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ ആക്സസ് തിയറം അപ്ലൈ ചെയ്തിട്ട് എലോങ് ദ ഡയമീറ്റർ ദ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഈക്വൽ ടു mr²/2. ഇതെവിടെയാണ്? എലോങ് ദി ഡയമീറ്റർ. തിൻ റോഡിൻ്റെ കേസിൽ പെർപെൻഡിക്കുലർ ടു ദ റോഡ് അറ്റ് ദ മിഡ് പോയിൻറ്റ് ഒന്നേ ഉള്ളൂ. വാട്ട് ഈസ് ദാറ്റ്? ml²/12. എന്താണത്? ml²/12 ആണ്. അടുത്തത് ഇത് രണ്ടും തന്നിട്ടുണ്ട്, ആക്സസും തന്നിട്ടുണ്ട്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ തന്നിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആൻഡ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ തന്നിട്ടുണ്ട് mr². അപ്പോൾ നമ്മുടെ എന്താണ് അതുള്ളത്? അത് ഏതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ? റിങ്ങിൻ്റെ കേസിലാണ്. റിങ്ങിൻ്റെ കേസിൽ ഇഫ് ദ ആക്സസ് ഇസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിനിനോട് പെർപെൻഡിക്കുലർ ആണ് ആൻഡ് സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് mr² ആണ്. ഓക്കെ, സോ ഈ പോർഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത് ഇനി വരുന്ന തിയറി കോൺസെപ്റ്റ് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് നോക്കി പോകാം. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാൽ ഇതിന് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. സെൻറ്റർ ഓഫ് മാസ് നമുക്കറിയാം, ഇമാജിനറി പോയിന്റ് വേർ ദ ഹോൾ മാസ് ഓഫ് ദ സിസ്റ്റം ക്യാൻ ബി അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. സോ ഒരു ഇമാജിനറി പോയിന്റ് ആവാം, അല്ലെങ്കിൽ ആ ബോഡിയിലുള്ളത് തന്നെ ഒരു പോയിന്റ് ആവാം, ബോഡിയുടെ പുറത്തുള്ളൊരു പോയിന്റും ആവാം. റിങ്ങിൻ്റെ കേസിലൊക്കെ ബോഡിയുടെ പുറത്താണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് വേർ ദ ഹോൾ മാസ് ഓഫ് ദ body can be or system can be assumed to be concentrated. So imaginary point നമ്മളൊരു പോയിന്റ് മാസ് ആക്കുകയാണെങ്കിൽ, ഒരു വലിയ ബോഡീനെ നമ്മളൊരു പോയിന്റ് മാസ് ആക്കുകയാണെങ്കിൽ ആ പോയിന്റ് മാസ് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ് എന്തെന്ന് പറയുന്നത്? സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. സോ ഇമാജിനറി പോയിന്റ് വേർ ദ ഹോൾ മാസ് ഓഫ് ദ സിസ്റ്റം ഓഫ് ദ ബോഡീസ് ഇസ് assumed to be concentrated. The whole mass of the system is concentrated, that is known as center of mass. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്താ വ്യത്യാസമുണ്ട് അല്ലേ? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? ഇറ്റ് ഈസ് ദ പോയിന്റ് വെയർ മാസ് അല്ല പറയേണ്ടത്, ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ വെയിറ്റ് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. സോ ഇറ്റ് ഈസ് എഗെയിൻ എ പോയിന്റ് വേർ ടോട്ടൽ മാസ് നമ്മൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ കേസിൽ പറയും, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ കേസിൽ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ബോഡി ഇസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ് എന്ന് പറയാം. ടോട്ടൽ വെയിറ്റ് ഓഫ് ദ ബോഡി ഇസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. ഇനി ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ
സെൻറ്റർ ഓഫ് മാസ് നമ്മൾ പറയുകയാണ്. സപ്പോസ് നമുക്ക് രണ്ട് പാർട്ടിക്കിൾ ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് കാണാം M1 എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ ഉണ്ട്. ഇറ്റ് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് x1 ആൻഡ് M2 എന്ന് പറഞ്ഞൊരു പാർട്ടിക്കിൾ ഉണ്ട്. അത് എത്ര ദൂരത്തിലാണ്? ഇറ്റ് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് x2. ഓക്കെ, M1 എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ അത് എത്ര ദൂരത്തിലാണ്? x1 എന്ന് പറഞ്ഞ ദൂരത്തിലാണ്. M2 എന്ന് പറഞ്ഞൊരു പാർട്ടിക്കിൾ ഉണ്ട്, അത് x2 എന്ന് പറഞ്ഞൊരു ദൂരത്താണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ അല്ല, സെൻറ്റർ ഓഫ് മാസ് നമുക്ക് സി എന്ന് പറഞ്ഞ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. സെൻറ്റർ ഓഫ് മാസിൻ്റെ ലൊക്കേഷൻ സപ്പോസ് ഒറിജിനിന്ന് എക്സ് ദൂരമാണെന്ന് വിചാരിക്കാം. ഓക്കെ, XCM is the distance of the center of mass from the origin. അങ്ങനെയാണെങ്കിൽ the position of the center of mass XCM is equal to എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഒരു വെയ്റ്റഡ് ആവറേജ് കണ്ടുപിടിക്കാം. ഓക്കെ, വെയ്റ്റഡ് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഓരോ പാർട്ടിക്കിൾ അത് അതിൻ്റെ ഡിസ്റ്റൻസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ M1 x1 പ്ലസ് M2 x2 ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ മാസ് ഓഫ് ദ സിസ്റ്റം. ഇതൊരു 2 പാർട്ടിക്കിൾ സിസ്റ്റമാണ്. അപ്പോൾ ദ ടോട്ടൽ മാസസ് M1 പ്ലസ് M2. സോ XCM is equal to M1 x1 പ്ലസ് M2 x2 divided by M1 plus M2 divided by M1 plus M2. So the position of the center of mass of this 2 particle system is equal to M1 x1 plus M2 x2 divided by M1 plus M2. നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഈ രണ്ട് പാർട്ടിക്കിളും എക്സ് ആക്സിസിന് അലോങ് ആണ്, അതിന് വൈ കോർഡിനേറ്റ് ഇല്ല. അതുകൊണ്ട് നമ്മൾ പൊസിഷൻ പറയാനായിട്ട് നമ്മൾ എക്സ് കോർഡിനേറ്റ് മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ XCM ആണ് യൂസ് ചെയ്തേക്കുന്നത്. XCM is equal to M1 x1 plus M2 x2 divided by M1 plus M2. ഓക്കെ, ഇനി സപ്പോസ് ഇതൊരു പ്ലെയിൻ ലാമിനാന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു N പാർട്ടിക്കിൾ സിസ്റ്റമാണ്. ഈ N പാർട്ടിക്കിൾസ് എല്ലാം ഒരു പ്ലെയിനിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, ഒരു പ്ലെയിനിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അത് ഒരു ലൈനിലല്ല, ഒരു ഡയമെൻഷനിലല്ല, 2 ഡയമെൻഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണെന്ന് വിചാരിക്കാം. ഓക്കെ, എക്സും വൈ ആക്സിസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സപ്പോസ് നമുക്ക് ഫസ്റ്റ് പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, അതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് എന്തെടുക്കാം? M1 ആണ്, അതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് x1 y1 എന്ന് പറഞ്ഞെടുക്കാം. സെക്കൻഡ് പാർട്ടിക്കിൾ ഉണ്ട്, അതിൻ്റെ കോർഡിനേറ്റ് നമുക്ക് എന്താക്കി എടുക്കാം? x2 y2 എന്നൊക്കെ പറഞ്ഞെടുക്കാം. ഓക്കെ, അങ്ങനെ N പാർട്ടിക്കിൾസ് ഉണ്ട്. അങ്ങനെ MN എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അതിൻ്റെ കോർഡിനേറ്റ് നമുക്ക് എന്താക്കി എടുക്കാം? XN YN എന്ന് പറഞ്ഞെടുക്കാം. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് പറയാനായിട്ട് നമുക്ക് സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ പറയാനായിട്ട് 2 കോർഡിനേറ്റ് വേണം. ഒന്ന് എക്സ് കോർഡിനേറ്റും വേണം, വൈ കോർഡിനേറ്റും വേണം. എക്സ് കോർഡിനേറ്റിൻ്റെ കേസിൽ സെൻറ്റർ ഓഫ് മാസ് XCM, സെൻറ്റർ ഓഫ് മാസ് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? XCM is equal to നേരത്തെ ചെയ്ത പോലെ തന്നെ 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ കേസിൽ നമ്മൾ 2 പാർട്ടിക്കിൾസ് എടുത്തു. M1 x1 പ്ലസ് M2 x2 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2. ഇതൊരു N പാർട്ടിക്കിൾ സിസ്റ്റമാണ്. സോ the position of the center of mass is equal to M1 x1 plus M2 x2 plus M3 x3. അങ്ങനെ എത്ര നേരം? MN xN, N പാർട്ടിക്കിൾസ് ഉള്ളതുകൊണ്ട് MN xN ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3 പ്ലസ് എക്സെട്ര MN. ഓക്കെ, ടോട്ടൽ മാസ് ആണ് അടിയിൽ വരുന്നത്. ഡിനോമിനേറ്റർ എവിടെ എന്താ വരുന്നത്? ടോട്ടൽ മാസ് ആണ്. അതുപോലെ തന്നെ YCM, പൊസിഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്, അതിൻ്റെ വൈ കോർഡിനേറ്റ് വയ്ക്കുന്നത് YCM is equal to M1 y1 പ്ലസ് M2 y2 പ്ലസ് M3 y3 പ്ലസ് എക്സെട്ര MN YN ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് M1 പ്ലസ് M2 പ്ലസ് M3 പ്ലസ് എക്സെട്ര MN. ഓക്കെ, ഇനിയിപ്പോൾ ഇതൊരു സ്പേസിലാണ്, ഈ ബോഡി സ്പേസിലാണ് ഓക്യുപ്പൈഡ് ആവുന്നത്. അതിന് മൂന്നാമതൊരു ആക്സസും കൂടി ഉണ്ടാവും, Z ആക്സസ്. സോ Z ആക്സസിന് അലോങ് ആയിട്ടുള്ള സെൻറ്റർ ഓഫ് മാസിൻ്റെ ലൊക്കേഷൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? നാച്ചുറലി ഇതുപോലെ തന്നെ നിങ്ങൾ എക്സും വൈയും മാറ്റിയിട്ട് എന്താക്കുക? Z ആക്കുക. സോ ZCM, ഓക്കെ, Z കോർഡിനേറ്റ് ZCM is equal to M1 Z1 പ്ലസ് M2 Z2 പ്ലസ് M3 Z3 പ്ലസ് എക്സെട്ര MN ZN ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് M1 പ്ലസ് M2 പ്ലസ് M3 പ്ലസ് എക്സെട്ര MN. ക്ലിയർ? സോ വളരെ ഇതിനധികം ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറില്ല. കൂടുതലായിട്ടും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആ ഒരു ഏരിയ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു 5 മാർക്കിനകത്ത് നിങ്ങൾക്ക് എന്തായാലും ഒരു 3 മാർക്ക് 4 മാർക്ക് ഉറപ്പാണ്. മൊമെൻ്റ് ഓഫ് ഇനേഷ്യയും പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും പഠിച്ചാൽ തന്നെ. ഓക്കെ, ഇനി മോഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു? ഇറ്റ് ഇസ് എ പോയിന്റ് വെയർ the mass of the system is assumed to be concentrated. ഒരു സിസ്റ്റത്തിൻ്റെ മാസ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഇമാജിനറി പോയിൻ്റാണ് നമ്മൾ സെൻറ്റർ ഓഫ് മാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, വെലോസിറ്റി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് എങ്ങനെയാണ്? VCM is equal to M1 V1 പ്ലസ് M2 V2 പ്ലസ് M3 V3 പ്ലസ് എക്സെട്ര MN VN ഡിവൈഡഡ് ബൈ M. നമ്മൾ നേരത്തെ എഴുതിയ പൊസിഷൻ, നമ്മൾ പൊസിഷൻസ് എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. പൊസിഷൻ്റെ കേസിൽ നമ്മൾ വെക്ടർ ഫോമിൽ എഴുതുകയാണെങ്കിൽ ലൊക്കേഷൻ ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് RCM എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ വെക്ടർ ഫോമിലാണെങ്കിൽ M1 R1 അല്ലേ, M1 R1 പ്ലസ് M പ്ലസ് എക്സെട്ര MN, M1 പ്ലസ് M2 പ്ലസ് M3 പ്ലസ് എക്സെട്ര MN, അങ്ങനെ നമ്മൾ എഴുതും. സോ RCM ഇസ് ഈക്വൽ ടു
RCM ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യും, ഇങ്ങനെ നമ്മൾ എഴുതും M1R1 പ്ലസ് M2R2 പ്ലസ് M3R3 പ്ലസ് എക്സെട്ര MN ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ മാസ്. ടോട്ടൽ മാസിന് നമുക്ക് ക്യാപിറ്റൽ M എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, എന്താ ക്യാപിറ്റൽ M? M1 പ്ലസ് M2 പ്ലസ് M3 അങ്ങനെ N പാർട്ടിക്കിൾസിൻ്റെ മാസ് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ക്യാപിറ്റൽ M എന്ന് പറയുന്നത്. സോ RCM ഇസ് ഈക്വൽ ടു M1R1 പ്ലസ് M2R2 പ്ലസ് M3R3. അങ്ങനെ നമ്മൾ എത്ര പാർട്ടിക്കിൾസിൻ്റെ ആഡ് ചെയ്യുക? N പാർട്ടിക്കിൾസിൻ്റെ ആഡ് ചെയ്യാം. ഇറ്റ് ഇസ് ഈക്വൽ MNRN വരെ ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ടോട്ടൽ മാസസ് ക്യാപിറ്റൽ M. ഓക്കെ, സോ ഇതായിരുന്നു വെക്ടർ ഫോം ഓഫ് ദി പൊസിഷൻ ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസിൻ്റെ ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിക്കാനായിട്ടുള്ള വെക്ടർ ഫോമാണിത്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഇഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഇസ് മൂവിങ്, ഈ ബോഡി മൂവ് ചെയ്യണതാണ്. ഓക്കെ, അതിനൊരു ലീനിയർ മോഷൻ ഉണ്ടെന്ന് വിചാരിക്കുക, അതിൻ്റെ ഒപ്പം തന്നെ റൊട്ടേഷണൽ മോഷനൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പാർട്ടിക്കിൾസ് എല്ലാം ഒരു ലീനിയർ മോഷനിൽ പോകാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ വെലോസിറ്റി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്? എന്ത് ചെയ്താൽ മതി? ഓരോ പാർട്ടിക്കിളുടെ വെലോസിറ്റി ആഡ് ചെയ്ത് പോവുക അല്ലേ. M1 V1 പ്ലസ് M2 V2 പ്ലസ് M3 V3 പ്ലസ് എക്സെട്ര അങ്ങനെ N പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ MN VN ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഓക്കെ, ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ആ പൊസിഷനില്ല RCM, ഏത് സെൻറ്റർ ഓഫ് മാസിൻ്റെ വെക്ടർ ഫോമിലുള്ള പൊസിഷൻ RCM ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. നമ്മൾ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ പഠിച്ചു അല്ലേ, ആ ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി ഈസ് ദ ഡിഫറൻഷ്യൽ ഓഫ് ദ പൊസിഷൻ. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? പൊസിഷൻ്റെ ഡിഫറൻഷ്യലാണ്. വെലോസിറ്റി എന്ന് പറയുന്നത് dr/dt ആണ്, ഡിഫറൻഷ്യൽ ഓഫ് ദ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ വെലോസിറ്റി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഇസ് നത്തിങ് ബട്ട് ദ ഡിഫറൻഷ്യൽ ഓഫ് the differential of the position of the center of mass d/dt of RCM ചെയ്താൽ മതി. എന്താണ് RCM? എന്താണ് RCM? d/dt of RCM. RCM എന്ന് പറയുന്നത് M1R1 പ്ലസ് M2R2 പ്ലസ് എക്സെട്ര MNRN പ്ലസ് എക്സെട്ര MNRN ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. നമുക്ക് ടോട്ടൽ മാസൊക്കെ പുറത്തെടുക്കാം. ഇവിടെ എന്ത് ചെയ്യാം? ടോട്ടൽ മാസ് നമുക്ക് പുറത്തെടുക്കാം. ഓരോ ടേം നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? d/dt ഓഫ് M1R1 അല്ലേ, അതുപോലെ തന്നെ d/dt ഓഫ് M2R2 അങ്ങനെ അങ്ങനെ എത്ര വരെ? MNRN വരെ പോവുക. MNRN വരെ പോകാം. ഓക്കെ, ഇത് നമുക്ക് മാസ് പുറത്തെടുക്കാം, കാരണം മാസ് ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. മാസ് പാർട്ടിക്കിളുടെ മാറുന്നില്ല, മാസ് കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് ഓരോ റേഡിയസ് ഈ R1 R2 R3 ഒക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. dr1/dt അപ്പോൾ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി V1. dr2/dt എന്തായിരിക്കും? V2. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് VCM ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി അതിൻ്റെ മാസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ M1 V1 പ്ലസ് M2 V2 പ്ലസ് M3 V3 പ്ലസ് എക്സെട്ര MN VN ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. ടോട്ടൽ മാസസ് ക്യാപിറ്റൽ M. ഓക്കെ, സുജിത്ത് ഹലോ. ഓക്കെ, സുജിത്ത് ഇടയ്ക്ക് ഡിസ്കണക്റ്റ് ആയി പോയി തോന്നുന്നു അല്ലേ. ഓക്കെ, സോ മൊമെൻ്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്. അടുത്തത് മൊമെൻ്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ആണ്. മൊമെൻറ്റം കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? മൊമെൻറ്റം നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. വർക്ക് എനർജി പവറും ലോസ് ഓഫ് മോഷനിലെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ മൊമെൻറ്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. ഇതിൻ്റെ ഡെറിവേഷൻസ് ഒന്നും ചോദിച്ചു കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ ഈ ലെസണിൽ ചോദിച്ചേക്കുന്നത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ആണ്. ആദ്യം ഡിസ്കസ് ചെയ്ത മൊമെൻ്റ് ഓഫ് ഇനേഷ്യ. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എല്ലാ ബോഡിയുടെ കേസിനകത്തും ചോദിക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 5-6 മാർക്കിനാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക്. ഓക്കെ, ഈ 6 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഒരു 4 മാർക്ക് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ പാരലൽ ആക്സസ് തിയറം പെർപെൻഡിക്കുലർ ആക്സസ് തിയറം യൂസ് ചെയ്തിട്ട് പല ബോഡിയുടെ പല ആക്സസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനാണ് കൂടുതലായിട്ടും ചോദിച്ച് കാണുന്ന ഒരു 4-5 ഇയറിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നോക്കുമ്പോൾ ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണുന്നത്. സോ ഈ കൊല്ലം നമുക്ക് അത് തന്നെ പ്രതീക്ഷിക്കാം. ഒരു 99% അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, 100% ഞാൻ പറയുന്നില്ല, കാരണം 100% ഉറപ്പ് നമുക്ക് ഒന്നിനും പറയാൻ പറ്റില്ലല്ലോ. സോ 100% ഉറപ്പ് ഞാൻ പറയുന്നില്ല, ഒരു 99% ഉറപ്പും പറയണതാണ്. 6 മാർക്കിനകത്ത് 4 മാർക്ക് നമുക്ക് കൂടുതലായിട്ടും മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ആ ഒരു ഏരിയയിൽ നിന്നാണ് കൂടുതലായിട്ട് ചോദിക്കുക. മൊമെൻ്റ് ഓഫ് ഇനേഷ്യ, പാരലൽ ആക്സസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സസ് തിയറം, ഈ രണ്ട് ആക്സസ് തിയറം ഉപയോഗിച്ചിട്ട് പല ആക്സസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനേഷ്യ പല ബോഡിയുടെ കേസിൽ റിങ്, ഡിസ്ക്, സിലിണ്ടർ, സ്പിയർ, ഇതിൻ്റെ കേസിനകത്ത് റോഡ്, ഓക്കെ, ഈ കേസുകളിലെല്ലാം മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാനാണ് കൂടുതലായിട്ട് ചോദിക്കുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് അധികം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത തിയറി, എന്നാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത തിയറീസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ ലീനിയർ മൊമെൻറ്റം എന്താണ്? ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി?
എം ഇൻറ്റു വി സി എം. ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് ടോട്ടൽ മാസ് ആണ്. ഒരു n പാർട്ടിക്കൽ സിസ്റ്റം ആണെങ്കിൽ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എന്താണ്? M1 പ്ലസ് M2 പ്ലസ് M3 പ്ലസ് എക്സെട്ര എത്ര വരെ പോവുക? Mn വരെ പോവുക. ഓക്കെ, സോ ക്യാപിറ്റൽ എം ഇസ് ദ ടോട്ടൽ മാസ്. സോ പി സി എം എന്ന് പറയുന്നത് എന്താണ്? പി സി എം ഇസ് ഈക്വൽ ടു the linear momentum of the center of mass is equal to M, capital M is the total mass of the system into the velocity of the center of the mass. Okay, the velocity of the center of the mass, ഞാൻ അത് വെക്ടർ ഫോമിൽ എഴുതിയെന്നുള്ളൂ. So PCM is equal to M into VCM. Okay, PCM is equal to M into VCM. M, okay, M is the total mass. ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മാസ് ആണ് എം എന്ന് പറയുന്നത്. ഇനി വി സി എം എന്ന് പറയുന്നത് എന്താ? വി സി എം വേറെ ഒന്നുമല്ല, ഇറ്റ് ഇസ് V1 പ്ലസ് V2 പ്ലസ് V3 അല്ലേ? V1 പ്ലസ് V2 പ്ലസ് V3 പ്ലസ് എക്സെട്ര VN. V1 പ്ലസ് V2 പ്ലസ് V3 എക്സെട്ര M1 V1 പ്ലസ് M2 V3 പ്ലസ് നമ്മൾ അത് പറയാൻ വിട്ടുപോയി, M1 V1 പ്ലസ് M2 V2 പ്ലസ് M3 V3 അങ്ങനെ എത്ര പാർട്ടിക്കിൾസ് ആണ്? പ്ലസ് എക്സെട്ര Mn Vn. n particles divided by total mass, divided by the total mass. Okay, divided by the total mass. Okay, ഇതുപോലെ തന്നെ ആക്സലറേഷൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിൻ്റെ കേസിലുള്ള ആക്സലറേഷൻ ഓക്കെ എ സി എം ഇസ് ഈക്വൽ ടു M1A1 പ്ലസ് M2A2 പ്ലസ് M3A3 പ്ലസ് എക്സെട്ര MnAn ഡിവൈഡഡ് ബൈ എം എന്നെടുക്കാം. ഓക്കെ, സി നമുക്കറിയാം ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താ? വെലോസിറ്റിയുടെ ഡിഫറൻഷ്യലാണ്, dv by dt ആണ്, dv by dt ആണ്. സോ ആക്സലറേഷൻ ACM is equal to നമ്മൾ എന്ത് ചെയ്താൽ മതി? യു ടേക്ക് ദ ഡിഫറൻഷ്യൽ ഓഫ് ദ വെലോസിറ്റി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ്. ഓക്കെ, സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി ഡിഫറൻഷ്യൽ എടുത്താൽ മതി. സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി എന്താ? ഇറ്റ് ഈസ് ഈക്വൽ ടു d by dt ഓഫ് വി സി എം എന്ന് പറയുന്നത് എന്താണ്? M1 V1 പ്ലസ് M2 V2. അങ്ങനെ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? n പാർട്ടിക്കിൾസ് ഉണ്ട്. Mn Vn ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്. സോ ACM ഇസ് ഈക്വൽ ടു ACM, അപ്പോൾ എന്ത് കിട്ടും? ACM ഇൻറ്റു എം അല്ലേ? ACM ഇൻറ്റു ദ ടോട്ടൽ മാസ് ക്യാപിറ്റൽ എം. ടോട്ടൽ മാസ് ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു d by dt ഓഫ് M1 V1 പ്ലസ് M2 V2 പ്ലസ് M3 V3. നമുക്ക് M1 പുറത്തെടുക്കാം. M1 പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് dV1 ബൈ ഡി ടി കിട്ടും. dV1 ബൈ ഡി ടി പ്ലസ് M2 ഇൻറ്റു dV2 ബൈ ഡി ടി പ്ലസ് M3 ഇൻറ്റു dV3 ബൈ ഡി ടി അങ്ങനെ Mn ഇൻറ്റു dVn ബൈ ഡി ടി വരെ പോകാം. അങ്ങനെയാണെങ്കിൽ dV1 ബൈ ഡി ടി എന്ന് പറയുന്നത് എന്താ? ആക്സലറേഷൻ ഓഫ് ദ ഫസ്റ്റ് പാർട്ടിക്കിൾ. സോ ACM ഇൻറ്റു എം ഇസ് ഈക്വൽ ടു M1A1 പ്ലസ് M2A2 പ്ലസ് എക്സെട്ര അങ്ങനെ എത്ര പാർട്ടിക്കിൾസാണ്? MnAn. എത്ര പാർട്ടിക്കിൾസ് വരെ പോവാം? MnAn വരെ പോവാം. സോ ACM is equal to mass of each particle into the corresponding acceleration. So ACM is equal to M1A1 plus M2A2 plus M3A3 plus etc. MnAn divided by the total mass. Divided by the total mass എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ആണ്. ഇനി ഓരോ പാർട്ടിക്കിളുടെ മുകളിലുള്ള ഫോഴ്സസ് നമുക്ക് F1 F2 F3 ആണെന്നൊക്കെ പറയാം. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സെൻറ്റർ ഓഫ് മാസ് FCM എന്ന് പറയുന്നത് എന്താ? ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിക്കിളിലുള്ള ഫോഴ്സ് F1 പ്ലസ് F2 പ്ലസ് F3 അതെല്ലാം ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കല്ല, പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ കൂടുതൽ ഫോക്കസ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം കവർ ചെയ്ത ടോപ്പിക്സിനകത്താണ്. അതാണ് നമുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക എക്സാമിന്. ലീനിയർ മൊമെൻറ്റം ഓഫ് ദ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, ലീനിയർ മൊമെൻറ്റം ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ പഠിച്ചിട്ടുണ്ട്. ന്യൂട്ടൺ സെക്കൻഡ് ലോ പഠിച്ചപ്പോഴേക്കും എന്താ പഠിച്ചേക്കുന്നത്? The rate of change of linear momentum is directly proportional to the external force applied. The rate of change of linear momentum is directly proportional to the external force applied എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. So force acting on the center of mass is equal to okay the rate of change of momentum d by dt of PCM. d by dt of PCM. എന്താ PCM എന്ന് പറയുന്നത്? PCM is the momentum of the center of mass. So force acting on the center of mass is equal to d by dt of PCM. And the PCM എന്ന് പറയുന്നത് momentum of the center of mass, it is equal to m into VCM. Okay, d by dt of m into VCM. So force acting on the center of mass is equal to FCM is equal to d by dt of m into VCM. Okay, അങ്ങനെയാണെങ്കിൽ ഓരോ പാർട്ടിക്കിളുടെ കേസിൽ എത്ര വരും? M1 ഇൻറ്റു
ഓക്കെ ഡി ബൈ ഡി ടി ഓഫ് M1 V1 വി സി എം എന്ന് പറയുന്നത് എന്താണ് M1 V1 പ്ലസ് M2 V2 പ്ലസ് M3 V3 പ്ലസ് എക്സെട്ര MN VN ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം അല്ലേ സോ ഡി M1 V1 ബൈ ഡി ടി ഡി ബൈ ഡി ടി ഓഫ് M2 V2 പ്ലസ് എക്സെട്ര ഡി ബൈ ഡി ടി ഓഫ് MN VN അങ്ങനെ വരും. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ സപ്പോസ് ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലേ അപ്പോൾ ഈ സെൻറ്റർ ഓഫ് മാസിനകത്ത് ഒരു ഫോഴ്സും ആക്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മൊമെൻറ്റം ചേഞ്ച് ഉണ്ടാവോ മൊമെൻറ്റം ചേഞ്ച് ഉണ്ടാവില്ല ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം വിൽ ബി സീറോ okay rate of change of momentum will be zero. So if the force acting on the center of mass is zero, the rate of change of momentum d by dt of PCM is zero. There is no change in momentum. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം momentum is conserved. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം momentum is conserved. So linear momentum is conserved when no external force acts. Linear momentum is conserved when no external force acts. അങ്ങനെയാണെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ കേസിനകത്ത് നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് എക്സ്പ്ലോഷൻ ഓഫ് ഷെൽ, ഡീകേ ഓഫ് റേഡിയോആക്റ്റീവ് ന്യൂക്ലിയൈ ആൻഡ് എർത്ത് മൂൺ സിസ്റ്റം. എക്സ്പ്ലോഷൻ ഓഫ് ഷെല്ലിൻ്റെ കേസിൽ ഷെല്ല് എക്സ്പ്ലോഡ് ചെയ്യുന്നത് ഒരിക്കലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ടല്ല. ഓക്കെ ഷെല്ല് എക്സ്പ്ലോഡ് ചെയ്യുന്നത് ഷെല്ലിൻ്റെ ഉള്ളിലുള്ള ഒരു ഇൻറ്റേർണൽ ഫോഴ്സ് കൊണ്ടാണ്. അപ്പോൾ ഷെല്ല് ആദ്യം നീങ്ങുന്നത് ഒരു പാരബോളയിലായിരിക്കും. ഷെല്ല് ആദ്യം നീങ്ങുന്നത് ഒരു പാരബോളയിലായിരിക്കും. അത് എയറിൽ വെച്ച് അത് എക്സ്പ്ലോഡ് ചെയ്തതിന് ശേഷം അത് ഓരോരോ ഫ്രാഗ്മെൻ്റായിട്ട് പോകുന്നു. ഒരു പാർട്ടിക്ക് ഒരു പീസ് ഇങ്ങോട്ട് പറന്നു പോകുന്നു, ഒരു പീസ് ഇങ്ങോട്ട് പറന്നു പോകുന്നു. എങ്ങനെയൊക്കെ പറന്നു പോയാലും ഇതെല്ലാം പൊട്ടിത്തെറിച്ചത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം പൊട്ടിത്തെറിച്ചത് ഒരു ഇൻറ്റേർണൽ ഫോഴ്സ് കൊണ്ടാണ്. എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. സോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യാത്തത് കൊണ്ട് FCM ദ ഫോഴ്സ് എക്സ്റ്റേണൽ ഇസ് ഈക്വൽ ടു 0. അതുകൊണ്ട് മൊമെൻറ്റം ഇസ് കൺസേർവ്ഡ്. മൊമെൻറ്റം ഇസ് കൺസേർവ്ഡ്. ഓക്കെ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. അല്ലെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് മൊമെൻറ്റം ഇസ് കോൺസ്റ്റൻറ്റ്. മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ എന്തായിരുന്നു ഇനീഷ്യൽ ഡയറക്ഷൻ? ഇനീഷ്യൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ എന്താവും? അത് തന്നെയായിരിക്കും എക്സ്പ്ലോഡ് ചെയ്താലും സെൻറ്റർ ഓഫ് മാസിൻ്റെ ആ ഒരു ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ. ഓക്കെ സോ എക്സ്പ്ലോഡ് ചെയ്യുന്നതിന് മുമ്പുള്ള ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ തന്നെയാണ് എക്സ്പ്ലോഡ് ചെയ്തതിന് ശേഷം സെൻറ്റർ ഓഫ് മാസിൻ്റെ ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ. സോ എക്സ്പ്ലോഷൻ ഇവിടെ നടന്നുകൊണ്ട് ആ ഡയറക്ഷന് വ്യത്യാസമൊന്നും വരുന്നില്ല. കാരണം ഇവിടെ വേറെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. എല്ലാം ഇൻറ്റേർണൽ ഫോഴ്സ് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഡീകേ ഓഫ് റേഡിയോആക്റ്റീവ് ന്യൂക്ലിയർ അറ്റ് റെസ്റ്റ്. റേഡിയോആക്റ്റീവ് ന്യൂക്ലിയർ ഡീകേ ചെയ്യുന്നതും ഈ കേസ് പോലെ തന്നെയാണ്. ഷെൽ എക്സ്പ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അത് അവിടെയും അത് എന്താണ് ആക്ട് ചെയ്യുന്നത്? ഒരു ഇൻറ്റേർണൽ ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. സോ ആ കേസിനകത്തും മൊമെൻറ്റത്തിൻ്റെ ഡയറക്ഷൻ മാറുന്നില്ല. ഓക്കെ എക്സ്പ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് സെൻറ്റർ ഓഫ് മാസിൻ്റെ മൊമെൻറ്റത്തിൻ്റെ എന്ത് ഡയറക്ഷനാണോ അതേ ഡയറക്ഷൻ തന്നെയാണ് എക്സ്പ്ലോഡ് ചെയ്തതിന് ശേഷമുള്ള ഡയറക്ഷനും. ഓക്കെ ഇനി നമ്മൾ വർക്ക് എനർജി പവർ എന്ന് പറഞ്ഞ ലെസൺ പഠിച്ചപ്പോഴേക്കും നമ്മൾ ഒരു പ്രത്യേകതരം സ്കെയിലാർ പ്രോഡക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് വെക്ടർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്കെയിലാർ കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഇസ് നോൺ എ സ്കെയിലാർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയും. വർക്കിൻ്റെ കേസിൽ വർക്ക് ഇസ് ദ ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റ് ഡോട്ട് പ്രോഡക്റ്റ് ആണ് വർക്ക് എന്ന് പറയുന്നത്. ഈ ലെസണിൽ നമ്മൾ പഠിക്കുന്ന വേറൊരു കോൺസെപ്റ്റാണ് വെക്ടർ പ്രോഡക്റ്റ്. രണ്ട് വെക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു വെക്ടർ തന്നെയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് വെക്ടർ പ്രോഡക്റ്റ് എന്ന് പറയും. അതിനെ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എന്നും പറഞ്ഞ് വിളിക്കാം. ഓക്കെ സോ സപ്പോസ് വി ആർ ഹാവിങ് 2 വെക്ടേഴ്സ്. നമുക്ക് 2 വെക്ടേഴ്സ് ഉണ്ട് A ആൻഡ് B. ഓക്കെ അങ്ങനെയാണെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് ഇസ് ടേക്കൺ ആസ് A ക്രോസ് B. A ക്രോസ് B എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B ഇൻറ്റു സൈൻ തീറ്റ. സൈൻ തീറ്റ where theta is the angle between the 2 vectors. Okay so A എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട് ഇങ്ങനെ, B എന്ന് പറയുന്ന വേറൊരു വെക്ടർ ഉണ്ട് ഇങ്ങനെ. എയും ബിൻ്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓക്കെ A ക്രോസ് B എന്ന് പറയുന്നത് ഈ A Bയും ലൈ ചെയ്യുന്ന പ്ലെയിനോട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് A ക്രോസ് B ആക്ട് ചെയ്യുന്നത്. സോ A ക്രോസ് B ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. A ക്രോസ് B ഈസ് perpendicular to the plane containing A and B. എയും ബിയും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഏതാ A ക്രോസ് B എന്ന് പറയുന്ന വെക്ടർ ആക്ട് ചെയ്യുന്നത്. സോ A ക്രോസ് B is a vector that is perpendicular to the plane containing A and B. And how can you find out A cross B? A cross B നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? magnitude of A into magnitude of B into sin theta. magnitude of A into magnitude of B into sin theta. Okay ഈ കേസിനകത്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൻ്റെ ഡയറക്ഷൻ നമുക്ക് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു സ്ക്രൂ തിരിക്കുന്ന ഡയറക്ഷൻ പോലെ നോക്കിയാൽ മതി. സോ എയിൽ നിന്ന് ബിയിലോട്ട് ആംഗിൾ മെഷർ ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഈ സ്ക്രൂ എങ്ങനെ പോകും? ഈ സ്ക്രൂ മുകളിലോട്ട് പോകും. ക്ലോക്ക് വൈസ് ആയിട്ടാണെങ്കിൽ ഈ സ്ക്രൂ അടിയിലോട്ട് ഇറങ്ങി വരും. ഓക്കെ പ്രോപ്പർട്ടീസ് ഓഫ് വെക്ടർ പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് അല്ല. സ്കെയിലർ പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആയിരുന്നു. വെക്ടർ പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് അല്ല.
A cross B, B cross A നോട് equivalent അല്ല. A cross B is not equal to B cross A. Distributive, okay, distributive and addition distribution workout ആവും ഇവിടെ. A cross B plus C എന്താണ്? It is equal to A cross B plus A cross C. ഓക്കെ, ഇനി A cross A എന്ന് പറയുന്നത് 0 ആണ്. നമ്മൾ സ്കെയിലാർ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ A ഡോട്ട് A എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? അല്ല, A ഡോട്ട് A എന്ന് പറയുന്നത് A ആണ്. അവിടെ മാഗ്നിറ്റ്യൂഡ് കോസ് തീറ്റയുടെ വാല്യൂ എത്ര വരുന്നുണ്ട്? 1 വരുന്നുണ്ട്. പക്ഷേ ഇവിടെ A ക്രോസ് A എടുക്കുമ്പോൾ 0 വരും. A ക്രോസ് A എടുക്കുമ്പോൾ 0 വരാനുള്ള റീസൺ എന്താണ്? കാരണം മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഇൻറ്റു A ആറിനോട് തന്നെയാണ് ക്രോസ് ചെയ്തേക്കുന്നത്, എനോട് തന്നെയാണ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് A ഇൻറ്റു വാട്ട് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു വെക്ടേഴ്സ്? ഇത് രണ്ടും സെയിം വെക്ടേഴ്സ് ആണ്. സോ ആംഗിൾ ഇസ് സൈൻ 0. സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. സോ ഒരു വെക്ടറിനെ അതിനോട് തന്നെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 0. A ക്രോസ് A ഈക്വൽ ടു 0. ഇനിയിപ്പോൾ നമുക്ക് രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. സപ്പോസ് വി ആർ ഹാവിങ് 2 വെക്ടേഴ്സ്. ഒരു വെക്ടർ എന്ന് പറയുന്നത് A എന്ന് പറയുന്ന വെക്ടർ, അതിന് 3 കോമ്പണൻസ് ഉണ്ട്. AX I ക്യാപ് പ്ലസ് AY J ക്യാപ് പ്ലസ് AZ K ക്യാപ്. ഓക്കെ, AX I ക്യാപ് പ്ലസ് AY J ക്യാപ് പ്ലസ് AZ K ക്യാപ്. അതുപോലെ തന്നെ വേറൊരു വെക്ടർ ഉണ്ട് B എന്ന് പറയുന്നത്, അതിൻ്റെ 3 കോമ്പണൻസ് ആണ് BX I ക്യാപ് പ്ലസ് BY J ക്യാപ് പ്ലസ് BZ K ക്യാപ്. അങ്ങനെ 3 കോമ്പണൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? A ക്രോസ് B എന്ന് പറയുന്നത് നമ്മൾ ഡിറ്റർമിനൻ്റ് എടുത്താൽ മതി. ഓക്കെ, ഡിറ്റർമിനൻ്റ് ഓഫ് IJK AX AY AZ BX BY BZ. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് കിട്ടും. A ക്രോസ് B എന്ന് പറഞ്ഞ് കിട്ടും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ആംഗുലർ വെലോസിറ്റി ആൻഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ലീനിയർ വെലോസിറ്റി. ലീനിയർ വെലോസിറ്റി V ഈസ് ഈക്വൽ ടു ആംഗുലർ വെലോസിറ്റി ഒമേഗ ഇൻറ്റു ആർ. ഓക്കെ, ഒമേഗ ആർ V ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ, അല്ലെങ്കിൽ V ഈക്വൽ ടു ഒമേഗ ആർ എന്ന് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. നമുക്കറിയാം, നമ്മൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് എന്നൊക്കെ പറഞ്ഞ ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു റൊട്ടേഷൻ നടക്കുകയാണെങ്കിൽ അത് എത്ര ആർക്ക് ലെങ്ത് കവർ ചെയ്യുന്നുണ്ട്? സപ്പോസ് ഇറ്റ് ഇസ് കവറിങ് എ ആർക്ക് ലെങ്ത് DS എന്ന് പറഞ്ഞൊരു ആർക്ക് ലെങ്ത് കവർ ചെയ്യുന്നുണ്ട് വിചാരിക്കുക. ഇതിൻ്റെ റേഡിയസ് വെക്ടറാണ് R എന്ന് പറയുന്നത്. R ഇസ് ദ റേഡിയസ് വെക്ടർ, DS ഇസ് ദ ആർക്ക് ലെങ്ത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ d theta is equal to arc length ds divided by radius. Angle is equal to arc by radius. d theta is equal to ds by r. അല്ലേ? ഇനി നമുക്ക് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഏതിനെ? ആർക്കിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ ds by dt is equal to ds by dt. ds എന്ന് പറയുന്നത് r ഇൻറ്റു d theta വരും. സോ ds by dt, ഓക്കെ, ഡിഫറൻഷ്യേറ്റിംഗ് ദ ആർക്ക് ലെങ്ത് വിത്ത് റെസ്പെക്ട് ടു ടൈം. ds by dt ഈക്വൽ ടു റേഡിയസ് മാറോ? റേഡിയസ് മാറുന്നില്ല അല്ലേ? ദാറ്റ് ഇസ് കോൺസ്റ്റൻറ്റ് R ഇൻറ്റു d theta by dt. നമുക്കറിയാം d theta by dt എന്ന് പറയുന്നത് ഒമേഗയാണ്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഒമേഗ. സോ ds by dt എന്ന് പറയുന്നത് ലീനിയർ വെലോസിറ്റി ആണ്. സോ V ഈസ് ഈക്വൽ ടു R ഇൻറ്റു ഒമേഗ. ഓക്കെ, സോ ലീനിയർ വെലോസിറ്റി V ഈക്വൽ ടു ഒമേഗ ക്രോസ് R. ഓക്കെ, ആംഗുലർ വെലോസിറ്റിയും റേഡിയസും തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റ് ആണ് ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ V ഈസ് ഈക്വൽ ടു R ക്രോസ് ഒമേഗ. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇൻ പ്യുവർ റൊട്ടേഷണൽ മോഷൻ എവറി പാർട്ടിക്കിൾ ഓഫ് ദ ബോഡി ഹാസ് ദ സെയിം ആംഗുലർ വെലോസിറ്റി അറ്റ് എവറി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. സ്റ്റേറ്റ് വെദർ ഇറ്റ് ഇസ് ട്രൂ ഓർ ഫോൾസ്. ഒരു മാർക്കിന് ചോദിച്ചേക്കണം. സോ ഒരു പ്യുവർലി റൊട്ടേഷണൽ മോഷൻ നടക്കുമ്പോഴേക്കും, ട്രാൻസ്ലേഷണൽ മോഷൻ അല്ല, അവിടെ എല്ലാ പാർട്ടിക്കിളും റൊട്ടേഷനാണ് അണ്ടർഗോ ചെയ്യണം. സോ എല്ലാ പാർട്ടിക്കിളും റൊട്ടേഷൻ അണ്ടർഗോ ചെയ്യുമ്പോഴേക്കും ആ ബോഡി എത്ര ആംഗുലർ വെലോസിറ്റിയിലാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് അതേ ആംഗുലർ വെലോസിറ്റി ആയിരിക്കും ആ ബോഡിയുടെ മുകളിലുള്ള എല്ലാ പാർട്ടിക്കിളിലും. ഓക്കെ, സോ ആ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്ന അതിൻ്റെ ആക്സിസിന് അബോട്ടായിട്ട് അത് റൊട്ടേറ്റ് ചെയ്യുന്ന അതേ ആംഗുലർ വെലോസിറ്റിയിലാണ് എല്ലാ പാർട്ടിക്കിളും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇസ് ഇറ്റ് ദാറ്റ് എവറി പാർട്ടിക്കിൾ ഹാസ് ദ സെയിം ആംഗുലർ വെലോസിറ്റി അറ്റ് എനി ഇൻസ്റ്റൻറ്റ്? യെസ്, ദാറ്റ് ഇസ് ട്രൂ. ഓക്കെ, സോ ഒരു പ്യുവർ റൊട്ടേഷണൽ മോഷനിൽ എല്ലാ പാർട്ടിക്കിളും എത്ര ആംഗിളിൽ തിരിയുന്നുണ്ട്, എത്ര ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ട്? ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എല്ലാ പാർട്ടിക്കളുടെയും സെയിം ആണ്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എല്ലാ പാർട്ടിക്കളുടെ സെയിം ആണ്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആവുന്നതുകൊണ്ട് തീറ്റ സെയിം ആണ് എല്ലാ പാർട്ടിക്കളിലും. അതുകൊണ്ട് തീറ്റ സെയിം ആവുന്നതുകൊണ്ട് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒമേഗ കിട്ടും, ആംഗുലർ വെലോസിറ്റി കിട്ടും. അതുകൊണ്ട് തന്നെ ആംഗുലർ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്.
ഇനി ഒമേഗ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആംഗുലർ ആക്സിലറേഷൻ കിട്ടും. ആക്സിലറേഷന് ഇവിടെ നമുക്ക് എന്തായിട്ട് കിട്ടും? ആക്സിലറേഷൻ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. സോ ഈ എല്ലാ പാർട്ടിക്കിളിലും ഈ 3 ടേം കോൺസ്റ്റൻ്റ് ആയിരിക്കും. നേരെ മറിച്ച് ലീനിയർ വെലോസിറ്റി അല്ലെങ്കിൽ ലീനിയർ ആക്സിലറേഷനൊക്കെ വ്യത്യാസം ഉണ്ടാവും. കാരണം ഓരോ പാർട്ടിക്കിളുടെ ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ട്. ആക്സിസ് ഓഫ് റൊട്ടേഷന് എല്ലാ പാർട്ടിക്കിളിൻ്റെയും ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ട്. ഓക്കെ, ഒരു പാർട്ടിക്കിൾ R1 ദൂരത്തായിരിക്കും, ഒരു പാർട്ടിക്കിൾ R2 ദൂരത്തായിരിക്കും, ഒരു പാർട്ടിക്കിൾ R3 ദൂരത്തായിരിക്കും, അങ്ങനെ പല പല ഡിസ്റ്റൻസിനകത്തായിരിക്കും. സോ ആ ഡിസ്റ്റൻസിനെല്ലാം വ്യത്യാസമുള്ളതുകൊണ്ട് ലീനിയർ വെലോസിറ്റിക്ക് വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ ലീനിയർ ആക്സിലറേഷനും വ്യത്യാസമുണ്ട്. പക്ഷേ പ്യുവർ റൊട്ടേഷണൽ മോഷനിലെ എല്ലാ പാർട്ടിക്കിളും അണ്ടർഗോ ചെയ്യുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, എത്ര ആംഗിൾ കവർ ചെയ്യുന്നത് അത് കോൺസ്റ്റൻ്റ് ആണ്. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ആംഗുലർ വെലോസിറ്റിയും ആംഗുലർ ആക്സിലറേഷൻ എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ഇംപ്രൂവ്മെൻറ്റ് 2020 ചോദിച്ച ഒരു ചോദ്യമാണ്. സോ ദി ആൻസർ ഹിയർ ഇസ് ട്രൂ. ദി ആൻസർ ഹിയർ ഇസ് ട്രൂ. ക്ലിയർ? അടുത്തതായിട്ട് ആംഗുലർ ആക്സിലറേഷൻ ആണ്. നമുക്കറിയാം, നമ്മൾ ലീനിയർ മോഷൻ പഠിക്കുന്നുണ്ടല്ലോ. ലീനിയർ മോഷൻ പഠിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ലീനിയർ ആക്സിലറേഷൻ A ഈസ് ഈക്വൽ ടു dv/dt അല്ലേ? ലീനിയർ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ ആംഗുലർ ആക്സിലറേഷൻ ആൽഫ എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? ആംഗുലർ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ഇറ്റ് ഈസ് ഈക്വൽ ടു d⍵/dt. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു d⍵/dt. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറി പോർഷനാണ് ആംഗുലർ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ. എന്താണ് ആംഗുലർ മൊമെൻറ്റം? ലീനിയർ മൊമെൻറ്റം നമുക്കറിയാം. ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി, മാസ് ഇൻറ്റു ലീനിയർ വെലോസിറ്റി. ആംഗുലർ മൊമെൻറ്റം ലീനിയർ മൊമെൻറ്റം തമ്മിൽ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? ആംഗുലർ മൊമെൻറ്റം ഇസ് ദ ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ദ ഡിസ്റ്റൻസ് വെക്റ്റർ ആൻഡ് ദ ലീനിയർ മൊമെൻറ്റം. എൽ, ആംഗുലർ മൊമെൻറ്റത്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എൽ എന്ന് പറഞ്ഞിട്ടാണ്. എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി. എൽ എന്ന് പറയുന്നത് ആംഗുലർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസിൻ്റെ വെക്റ്റർ ദറ്റ് ഇസ് ആർ ക്രോസ് ലീനിയർ മൊമെൻറ്റം. ലീനിയർ മൊമെൻറ്റം ഇസ് പി. സോ ആർ ക്രോസ് പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആംഗുലർ മൊമെൻറ്റം കിട്ടും. സോ ഇറ്റ് ഇസ് ദ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് ദ ഡിസ്റ്റൻസ് വെക്റ്റർ ആൻഡ് ദ linear momentum. Okay, so it is a vector quantity. Its unit is kilogram meter square second raised to minus 1. അതെങ്ങനെ കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു മൈനസ് 1 എന്ന്? ലീനിയർ മൊമെൻറ്റം നമുക്കറിയാം. ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദിസ് വിൽ ബിക്കം കിലോഗ്രാം meter square per second. Kilogram meter square per second. So it is a moment of the linear momentum about that point. Angular momentum of a particle about a point or the axis is the moment. Moment എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റിയുടെ മൊമെൻ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആ ക്വാണ്ടിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്യുക. ആ ക്വാണ്ടിറ്റി ഇൻറ്റു ഡിസ്റ്റൻസ്. സോ ഇറ്റ് ഇസ് ദ മൊമെൻറ്റ് ഓഫ് ദ ലീനിയർ മൊമെൻറ്റം ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ അബൌട്ട് ദി ആക്സിസ്. സോ ആംഗുലർ മൊമെൻറ്റം എൽ എന്ന് പറയുന്നത് ക്രോസ് പ്രോഡക്റ്റ് ഓഫ് ആർ distance vector and the linear momentum r cross p. So L is equal to r cross p. അതുപോലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ടോർക്ക് എന്ന് പറയുന്നത്. ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേണിംഗ് ഇഫക്റ്റ് ഓഫ് എ ഫോഴ്സ്. ഒരു ഫോഴ്സിൻ്റെ ടേണിംഗ് ഇഫക്റ്റിനെയാണ് നമ്മൾ ടോർക്ക് വെച്ചിട്ട് മെഷർ ചെയ്യുന്നത്. ടോർക്കിന് വേറെ പേരുണ്ട് മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ്. ഞാനിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞു എന്താണ് മൊമെൻറ്റ്. മൊമെൻറ്റ് ഓഫ് എ ക്വാണ്ടിറ്റി ഇസ് ദാറ്റ് ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ദ ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ മൊമെൻറ്റ് ഓഫ് ദ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് ടോർക്ക് എന്ന് പറയുന്നത്. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ടോർക്ക് ഇസ് ഈക്വൽ ടു വെക്റ്റർ ആർ ക്രോസ് വെക്റ്റർ എഫ്. ആർ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് വെക്റ്റർ. ആൻഡ് എഫ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഫോഴ്സ് വെക്റ്റർ. സോ ടോർക്ക് കിട്ടണമെങ്കിൽ ആർ ക്രോസ് എഫ് ചെയ്യുക. ഇറ്റ് ഇസ് എ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് ദ ഡിസ്റ്റൻസ് വെക്റ്റർ ആൻഡ് ദ ഫോഴ്സ് വെക്റ്റർ. ഇവിടെ നിങ്ങൾ എഫ് ക്രോസ് ആർ ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഓക്കെ, കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് വെക്റ്റർ പ്രോഡക്റ്റിനകത്ത് കമ്മ്യൂട്ടേറ്റീവ് അല്ല. വെക്റ്റർ പ്രോഡക്റ്റ് എ ക്രോസ് ബിയും ബി ക്രോസ് എയും സെയിം അല്ല. എ ക്രോസ് ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. അതുപോലെ തന്നെ ടോർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഫ് ക്രോസ് ആർ എന്ന് എഴുതിക്കുന്നത് അത് തെറ്റാണ്. ഇത് ആർ ക്രോസ് എഫ് ആണ്. ഓക്കെ, സോ ഇനി നമ്മുടെ ടോർക്ക് എന്താ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ബോഡീനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ടേണിംഗ് ഇഫക്റ്റ് ഓഫ് എ ഫോഴ്സ്. ഒരു ഫോഴ്സിൻ്റെ ടേണിംഗ് ഇഫക്റ്റിനെയാണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്. സോ ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ സപ്പോസ് ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ആ ബോഡി ഒരു ആക്സിസിന് അബൌട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യണം. സോ ഈ ആക്സിസിന് അബൌട്ടായിട്ടുള്ള ഡിസ്റ്റൻസ് കൂടുമ്പോഴേക്കും ഓക്കെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പോയിൻറ്റും ആ ഡിസ്റ്റൻസ് കൂടുമ്പോഴേക്കും ടോർക്ക് നമുക്ക് കൂടുന്നുണ്ട്. ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഒരു വാതിൽ തുറക്കണേണ്. വാതിൽ തുറക്കുമ്പോഴേക്കും അതൊരു ഹിഞ്ചിന് അബൌട്ടായിട്ടാണ് അത് റൊട്ടേറ്റ് ചെയ്യണം. ഒരു ഹിഞ്ചിന് അല്ലേ ഹിഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ് അത് റൊട്ടേറ്റ് ചെയ്യണം. സോ ഹിഞ്ചിൻ്റെ അടുത്ത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ആണെങ്കിൽ ഹിഞ്ചിൻ്റെ അടുത്ത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് തുറക്കാൻ നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര കഷ്ടമാണ്. കുറച്ച് അധികം ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് ഹിഞ്ചിൽ നിന്നൊക്കെ മാറിയിട്ട് ആ ഡോറിൻ്റെ ഏറ്റവും അറ്റത്ത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ആണെങ്കിൽ ഏറ്റവും കുറവ് ഫോഴ്സ് മതി അല്ലേ.
അതാണ്. സോ അത് ടോർക്കിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. കാരണം ഡിസ്റ്റൻസ് കൂടുമ്പോൾ ആ റൊട്ടേഷണൽ ആക്സസിന് അബൌട്ട് ആയിട്ടുള്ള ഡിസ്റ്റൻസ് കൂടുമ്പോഴേക്കും ടോർക്ക് നമുക്ക് കൂടുന്നുണ്ട്. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ഇനി റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആ ടോർക്ക് നമുക്ക് നെഗറ്റീവ് ആക്കി എടുക്കാം. റൊട്ടേഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മൾ ടോർക്ക് എന്താ പോസിറ്റീവ് ആക്കി എടുക്കും. സോ ഇഫ് ദ ടേണിംഗ് ടെൻഡൻസി ഓഫ് ദ ഫോഴ്സ് ഇസ് ആൻറ്റി ക്ലോക്ക് വൈസ് ദെൻ ദ ടോർക്ക് ഇസ് പോസിറ്റീവ്. ഇഫ് ദ ടേണിംഗ് ടെൻഡൻസി ഓഫ് ദ ഫോഴ്സ് ഇസ് ക്ലോക്ക് വൈസ് ദെൻ ടോർക്ക് ഇസ് നെഗറ്റീവ്. എന്താണ് ടോർക്ക്? മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് ഓഫ് എ പാർട്ടിക്കിൾ ഓർ ഓഫ് a particle about a point is known as torque. It is the rotating effect of the force about that point. അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. യൂണിറ്റ് എന്താണ്? ഡിസ്റ്റൻസ് ഇൻറ്റു ഫോഴ്സ്. സോ ന്യൂട്ടൺ മീറ്റർ, മീറ്റർ ഇൻറ്റു ന്യൂട്ടൺ, ന്യൂട്ടൺ മീറ്റർ ആണ് വരുന്നത്. സോ യൂണിറ്റ് ഓഫ് ടോർക്ക് ഇസ് ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, സോ ഓർത്ത് വയ്ക്കാം. ആംഗുലർ മൊമെൻറ്റം L is equal to R ക്രോസ് P. ഡിസ്റ്റൻസ് വെക്ടറിൻ്റെയും ലീനിയർ മൊമെൻറ്റത്തിൻ്റെയും ക്രോസ് പ്രോഡക്റ്റ് ആണ്. ഇനി ടോർക്ക് എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് ആണ്. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു R ക്രോസ് F. R ക്രോസ് F. സോ ആംഗുലർ മൊമെൻറ്റം ഇസ് ദ moment of linear momentum and torque is the moment of force. Torque is the moment of force. Okay, so torque is equal to R cross F. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണ് രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റ് A ക്രോസ് B എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് A മോഡുലസ് ഓഫ് B ഇൻറ്റു സൈൻ തീറ്റ. അതുപോലെ തന്നെ R ക്രോസ് F എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് ഈക്വൽ ടു R ഇൻറ്റു F ഇൻറ്റു സൈൻ തീറ്റ, വേർ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ R ആൻഡ് F. എഫും ആറും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് കപ്പിൾ. കപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസിനെയാണ് നമ്മൾ കപ്പിൾ പറയുന്നത്. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ കപ്പിൾ. മൊമെൻറ്റ് ഓഫ് ദ കപ്പിൾ ഇസ് എ പ്രോഡക്റ്റ് ഓഫ് ഐദർ ഓഫ് ദ ഫോഴ്സ് ആൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. സപ്പോസ് നമുക്ക് രണ്ട് ഇങ്ങനെ ഒരു ലിവർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ലിവർ ഉണ്ട്. ആ ലിവർ ഇവിടെ ഈ പോയിന്റ് അബൌട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഫോഴ്സ് F1 എന്ന് പറഞ്ഞിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ഫോഴ്സ് F1 എങ്ങോട്ട് ആക്ട് ചെയ്യണം? ഫോഴ്സ് F1 എത്ര ദൂരത്തിലാണ് ആക്ട് ചെയ്യുന്നത്? സപ്പോസ് ഇറ്റ് ഇസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് D1 ഫ്രം ദ പോയിന്റ് വേർ ഇറ്റ് റൊട്ടേറ്റ്സ്. ഇനി വേറൊരു ഇതുണ്ട് F2 എന്ന് പറഞ്ഞിട്ടൊരു ഫോഴ്സ് ഉണ്ട്. അത് ആക്ട് ചെയ്യുന്നത് എത്ര ഡിസ്റ്റൻസിലാണ്? ഇറ്റ് ഇസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് D2 ഫ്രം ദ പോയിന്റ് O. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ മൊമെൻ്റ് എന്ന് പറയുന്നത് ഈ ഫോഴ്സ് F1 നമ്മൾ D1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഫോഴ്സ് F2 നമ്മൾ D2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഫോഴ്സ് F2 നമുക്ക് D2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷേ ഇതിങ്ങനെ ചുമ്മാ ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി താഴത്തോട്ടുള്ള ഇവിടെ നമ്മൾ ക്ലോക്ക് വൈസ് ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക? ഈ ലിവർ എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക? ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. സോ ക്ലോക്ക് വൈസ് ആയിട്ട് ഉള്ളത് നമുക്ക് എന്താക്കി എടുക്കാം? നെഗറ്റീവ് ആക്കി എടുക്കാം. ആൻഡ് F2 കാരണം അത് എങ്ങോട്ടാണ് പോകുന്നത്? ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ അത് നമുക്ക് എന്താക്കി എടുക്കാം? പോസിറ്റീവ് ആക്കി എടുക്കാം. സോ ടോട്ടൽ മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു F2 D2 മൈനസ് F1 D1. F2 D2 മൈനസ് F1 D1. ഓക്കെ, ലാസ്റ്റ് ഒരു ടോപ്പിക് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടോർക്കും ആംഗുലർ മൊമെൻറ്റും. ഓക്കെ, ടോർക്കും ആംഗുലർ മൊമെൻറ്റും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ടോർക്കും ആംഗുലർ മൊമെൻറ്റും തമ്മിലുള്ള റിലേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ടോർക്ക് ആൻഡ് ദി ആംഗുലർ മൊമെൻറ്റം ഫോർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. ടോട്ടൽ ടോർക്ക് നമ്മൾ ഇത് പറയാറുണ്ടല്ലോ, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയാറുണ്ട്. എന്താ? the rate of change of momentum is directly proportional to the external force applied. External force ഒന്നും ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ എന്താ? മൊമെൻറ്റം ചേഞ്ച് ഉണ്ടാവുന്നില്ല. മൊമെൻറ്റം ചേഞ്ച് ഇല്ലെങ്കിൽ നമ്മൾ മൊമെൻറ്റം കൺസേർവ്ഡ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾ ടോർക്കും ആംഗുലർ മൊമെൻറ്റം പറയുന്നത്. സോ ടോട്ടൽ ടോർക്ക് ഓൺ ദ സിസ്റ്റം ഇസ് ദ സം ഓഫ് ദി ടോർക്സ് ആക്ടിങ്, സം ഓഫ് ദ ഇൻഡിവിജ്വൽ ടോർക്സ് ഓഫ് ദ പാർട്ടിക്കിൾ ഓഫ് ദ സിസ്റ്റം. എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ നമുക്ക് ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ചേഞ്ച് ഇല്ലെന്ന് പറയാം. ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്. സോ ദിസ് ഇസ് ദ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ക്ലിയർ? സോ അതിനെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഷോ ദാറ്റ് ടോർക്ക് ഇസ് ഈക്വൽ ടു DL/dt ഫോർ റൊട്ടേഷണൽ മോഷൻ. സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ കേസിൽ എന്താണ്? ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ കൺസർവേഷൻ്റെ കേസിൽ വെൻ ദർ ഇസ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ദ ആംഗുലർ മൊമെൻറ്റം റിമെയിൻസ് കൺസേർവ്ഡ്. ഓക്കെ, ഇനിയും ഒരുപാട് നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത സെക്ഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസും വേറൊരു ചാപ്റ്ററിൻ്റെ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററും നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ സെഷൻ അവസാനിക്കുന്ന സമയമായി. ഐ ഹോപ്പ് എവ്രി വൺ അണ്ടർസ്റ്റാൻഡ്സ് അല്ലേ? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഇമ്പ്രൂവ്മെൻറ്റ് സീരീസ് ആയിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവാം. വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. ഇനി നാളെ വരുന്നത് Day 13 ആണ്. Day 13 മറ്റൊരു സബ്ജക്റ്റായിട്ട് വരും. ടിൽ ദെൻ ഇറ്റ് ഈസ് ഗുഡ് ബൈ.
ഹാവ് എ നൈസ് ഡേ, ഗുഡ് ഈവനിങ്, യാ, ഗുഡ് നൈറ്റ്.